നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. മാധ്യമങ്ങളുടെ മനോധർമ്മം വളരെ സാധാരണ കാര്യങ്ങളിൽ പോലും ദുരൂഹത സൃഷ്ടിക്കുക, നിർദോഷകരമായ വസ്തുതകൾക്ക് മേൽ അപസർപ്പക കഥ മെനയുക, ഇതൊക്കെ തീവ്ര ആശയങ്ങൾക്ക് വേരോട്ടമുള്ള സമൂഹങ്ങളിലെ ഒരു പ്രത്യേക രീതിയാണ്. കേരളവും ആ വഴിക്ക് പോകണമെന്ന് നമ്മുടെ ചില മാധ്യമങ്ങളെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? ദില്ലിയിലോ മറ്റേതെങ്കിലും സംസ്ഥാനങ്ങളിലോ തീർത്തും സാധാരണ നടപടിയായി വീക്ഷിക്കപ്പെടുന്ന ഒരു കാര്യം നമ്മുടെ സംസ്ഥാനത്ത് അത്ഭുതവും അമ്പരപ്പും ഉളവാക്കുന്ന ചേരുവയായി മാധ്യമങ്ങൾ കടഞ്ഞെടുക്കുന്നു. ഒരു രാജ്യത്തിൻ്റെ കോൺസുലേറ്റ് ജനറൽ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയെ കാണുന്നതിൽ എന്താണ് അപാകത? മുഖ്യമന്ത്രിയുടെ നിയതമായ വസതി ഔദ്യോഗിക ഇടമായിരിക്കെ തന്നെ അതിൽ പോലും ദുരൂഹത കാണുന്നത് എന്തുകൊണ്ട്? ഒരു കുറ്റവാളിയുടെ മൊഴികളിൽ ഒരെണ്ണം ദുരൂഹമായും മറ്റൊന്ന് പവിത്രമായും കാണുന്ന രീതി ആർക്ക് വേണ്ടി? ഇതാണ് ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് CPIM നേതാവും MLA-യുമായ AN ഷംസീർ, BJP വക്താവ് ശ്രീ നാരായണൻ നമ്പൂതിരി, കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി PA സലീം, ഒപ്പം അഭിഭാഷകനായിട്ടുള്ള പ്രമോദ് പുഴങ്കരി. ചർച്ചയ്ക്ക് ഊടും പാവും നെയ്യാൻ ഏതാനും ചോദ്യങ്ങൾ നമ്മൾ മുമ്പോട്ട് വെക്കുകയാണ്. സ്വപ്നയുടെ മൊഴി സംഘ് പരിവാർ പ്രസിദ്ധീകരണമായ ജന്മഭൂമിയിൽ ആദ്യം വന്നത് എന്തുകൊണ്ട് ആരും ശ്രദ്ധിക്കാതെ പോയി? മൊഴി ചോർന്നത് പാതകമാണെന്നും അതിൽ നടപടി വേണമെന്നും പറയുന്നവർ ഇപ്പോൾ എന്തുകൊണ്ട് മൗനം ദീക്ഷിക്കുന്നു? പ്രതിയുടെ മൊഴിയുടെ സാധുത ആളും തരവും നോക്കിയാണോ വിലയിരുത്തേണ്ടത്? ചർച്ചയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇന്നത്തെ പ്രധാനപ്പെട്ട തലവാചകങ്ങൾ എൻ്റെ സ്നേഹിതൻ സലീമിന് അതുപോലെ നാരായണൻ നമ്പൂതിരിക്കും വേണ്ടപ്പെട്ടൊരു വിഷയമാണ്. ആദ്യം തന്നെ തലവാചകമായി കൊടുക്കുന്നത്: കോൺഗ്രസ് ദേശീയ വക്താവ് ഖുശ്ബു BJP-യിൽ ചേർന്നു. അടിസ്ഥാന യാഥാർത്ഥ്യങ്ങളുമായി ബന്ധമില്ലാത്ത ജനസമ്മതിയില്ലാത്ത ചിലരാണ് പാർട്ടിയിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്നും പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന തന്നെ പോലുള്ളവർ തഴയപ്പെടുന്നുവെന്നും ഖുശ്ബുവിൻ്റെ രാജിക്കത്തിൽ. ഒരു രാഷ്ട്രീയ പാർട്ടിയും സ്വീകരിക്കാൻ ധൈര്യപ്പെടാത്ത രീതിയാണ് കേരളത്തിൽ UDF-ഉം BJP-യും സ്വീകരിച്ചിരിക്കുന്നതെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ. പ്രതിയുടെ മൊഴിയാണ് UDF-നും BJP-ക്കും വേദവാക്യം. അവിശുദ്ധ നീക്കങ്ങൾ ജനങ്ങൾ തിരിച്ചറിയുമെന്നും കോടിയേരി. ചരിത്രം കുറിച്ച കേരളം പൊതുവിദ്യാഭ്യാസ മേഖലയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സംസ്ഥാനമായി കേരളം മാറി. നേട്ടങ്ങൾ മറച്ചുവെക്കാൻ ശ്രമിക്കേണ്ട സ്കൂളുകളുടെ മാറ്റം നാടിൻ്റെ നേട്ടമെന്ന് മുഖ്യമന്ത്രി. സംസ്ഥാനത്ത് 5930 പേർക്ക് കൂടി കോവിഡ്, 7836 പേർക്ക് രോഗമുക്തി. പരിചരണം ആവശ്യമുള്ള കോവിഡ് രോഗികൾക്ക് കൂട്ടിരിപ്പുകാരെ അനുവദിക്കാൻ തീരുമാനം. സംസ്ഥാനങ്ങൾക്ക് വായ്പാ പാക്കേജുമായി കേന്ദ്ര സർക്കാർ 12,000 കോടിയുടെ പലിശരഹിത വായ്പ 50 വർഷത്തേക്ക്. വിപണിയിൽ 28,000 കോടി രൂപയുടെ പണലഭ്യത ഉറപ്പുവരുത്തുമെന്നും ധനമന്ത്രി. നമ്മുടെ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഇനി ഞാൻ നാരായണൻ നമ്പൂതിരിക്ക് ഒരു വാക്ക് കൊടുത്തിരുന്നു. കാരണം നാരായണൻ നമ്പൂതിരി കഴിഞ്ഞ ദിവസം ഈ ചർച്ചയിൽ എനിക്ക് തോന്നുന്നു ഷുക്കൂറിനെയാണോ അതെയോ ഡൊമിനിക് പ്രസൻറ്റേഷനെയാണോ തങ്ങളുടെ പാർട്ടിയിലേക്ക് BJP-യിലേക്ക് ക്ഷണിച്ചിരുന്നു, ഹാർദമായി സ്വാഗതം ചെയ്തിരുന്നു. അത് ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടുവന്നുള്ള പഴമൊഴിക്ക് അനുസൃതമായിട്ടാണ് കാര്യം പോയിരിക്കുന്നത്. ഷുക്കൂറിനെ കിട്ടിയില്ലെങ്കിലും നാരായണൻ നമ്പൂതിരിക്ക് ഖുശ്ബുവിനെ കിട്ടിയിരിക്കുന്നു. നമ്മൾ കാതലായ വിഷയങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് നാരായണൻ നമ്പൂതിരിയുടെ സന്തോഷവും സലിമിൻ്റെ ആ ഒരു മാനസിക അസ്വാസ്ഥ്യവും കൂടി ഒന്ന് അടിവരയിട്ടിട്ട് ചർച്ചയിലേക്ക് വരാൻ വേണ്ടിയാണ്. നാരായണൻ നമ്പൂതിരി, അഭിനന്ദനങ്ങൾ. താങ്കൾ നേരത്തെ പ്രവചിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കുന്നു. അല്ല, ഇത് സ്വാഭാവികമായി BJP ഒരു ദേശീയ പാർട്ടി എന്നുള്ള നിലയിൽ BJP-യിൽ ചേരാൻ
അനവധി ആളുകൾ തയ്യാറാകുന്നുണ്ട്. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പൊതുപ്രവർത്തനത്തിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന പല ആളുകളും BJP-യിലേക്ക് വരും. ചേരാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അവർക്ക് BJP സ്വാഗതം ചെയ്യും. അതിനപ്പുറത്തേക്ക് അതിൽ അമിതമായ സന്തോഷത്തിനോ, ഇതൊരു ഫ്ലോ ആണല്ലോ, ഇതൊരു ഒഴുക്കാണ്. ആ ഒഴുക്കിൻ്റെ ഭാഗമാകാൻ വരുന്നതിൽ സന്തോഷം. ഒഴുക്കിൽ കയറാതെ മാറി നിൽക്കുന്നത്, എത്ര നാൾ കയറാതെ മാറി നിൽക്കാൻ പറ്റും എന്നുള്ളത് കാണാം. എത്ര നാൾ കയറാതെ മാറി നിൽക്കുമെന്ന് നമ്പൂതിരി ചോദിച്ചപ്പോൾ സലിമിന്റെ മുഖത്തേക്കൊന്ന് കത്തിരിച്ച് നോക്കുന്നത് ഞാൻ കണ്ടു. സലിമേ, ശ്രദ്ധിച്ചോ നാരായണൻ നമ്പൂരിയുടെ നോട്ടം? അല്ല, നാരായണൻ നമ്പൂരിയേക്കാൾ കൂടുതൽ സന്തോഷം കേരളത്തിലെ CPM നേതാക്കന്മാർക്കാണ്. ഷംഷീറിനൊക്കെ അല്ല, ഞാൻ ശബ്ദത്തിലേക്ക് വരുന്നതിന് മുമ്പല്ല പറഞ്ഞത്. കേരളത്തിലെ CPM നേതാക്കന്മാരാണ് ഇന്ന് ഖുഷ്ബു കോൺഗ്രസ് വിട്ട് സംഘപരിവാർ പാളയത്തിൽ എത്തിയതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുകയും ഏറ്റവും കൂടുതൽ അത് സെലിബ്രേറ്റ് ചെയ്യുകയും ചെയ്തത് സമൂഹ മാധ്യമങ്ങളിലെ CPM-ന്റെ സൈബർ പോരാളികളാണ്. ഇപ്പൊ തമിഴ്നാട് പോലെയുള്ള പതിറ്റാണ്ടുകളായി കോൺഗ്രസ് അധികാരത്തിൽ പുറത്തിരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഖുഷ്ബുവിനെ പോലെ ഒരാളെ എന്തുകൊണ്ട് കോൺഗ്രസ് വിട്ടുവെന്നും എന്തുകൊണ്ട് BJP-യിൽ ചേർന്നുവെന്നും ജോൺ ബ്രിട്ടാസിനെ പോലെയുള്ള ഒരു സീനിയർ ജേർണലിസ്റ്റിനോട് ഞാൻ പറയേണ്ട കാര്യമില്ല. അത് ദേശീയ സലിമെ, അതായത് നമ്മുടെ ചർച്ചയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ലൈറ്റർ വെയിലിലേക്ക് ഇടയ്ക്ക് പോകാറുണ്ട്. വേറൊന്നും കൊണ്ടല്ല, ഈ ഭയങ്കര ഗോഗ്വാ വിളികളും വാഗ്വാദങ്ങളും ആട്ടിയും സംഘർഷവും ഒക്കെ നമുക്ക് ഒഴിവാക്കി സമാധാനപരമായ ചർച്ചയാണ്. സലിമിനെ പോലെ നർമ്മം ആസ്വദിക്കുന്ന ഒരാൾ ഈ ചർച്ചയെ വന്നുകൊണ്ട് ഞാൻ ആ ഒരു സ്വാതന്ത്ര്യം എടുത്തുകൊണ്ട് എനിക്ക് വന്ന ഒരു ട്രോള് ഞാൻ വായിക്കാം. അടിപൊളി കോഴ്സാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. 100% ജോലി ഉറപ്പാണ്. വെറും 6 മാസം കൊണ്ട് നിങ്ങൾക്ക് ആകാം. 100% ജോബ് ഗ്യാരണ്ടി ഉള്ള ഏക കോഴ്സാണ് AICC വക്താവിൻ്റെ കോഴ്സ്. 6 മാസം പരിശീലനം പൂർത്തിയാക്കിയാൽ BJP തൊഴിൽ നൽകും. 6 മാസം പരിശീലനം പൂർത്തിയാക്കിയാൽ BJP തൊഴിൽ നൽകും. നാരായണൻ നമ്പൂരി, എനിക്ക് ദുബായിൽ നിന്ന് എൻ്റെ ഒരു സ്നേഹിതൻ OV മുസ്തഫ, ഷംഷീറിനറിയാം, അദ്ദേഹം എനിക്ക് അയച്ചു തന്ന ഒരു ട്രോളാണിത്. ഷംഷീറെ, ഖുഷ്ബു നാരായണൻ നമ്പൂരിയുടെ കൂടെ പോയതിൽ നിങ്ങൾക്കാണ് സന്തോഷം, നിങ്ങളാണത് ആഘോഷിക്കുന്നത്. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അതിനു മുമ്പ് ഒരുപക്ഷെ ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു തലവാചകത്തോട് നീതി പുലർത്തിയില്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകർ എന്ത് വിചാരിക്കും? ഇതിൽ എനിക്ക് വളരെ പറയാനുള്ള കാര്യം, ഖുഷ്ബു വക്താക്കൾ എന്ന് പറഞ്ഞാൽ BJP-യിലേക്കുള്ള ബ്രിഡ്ജാണ്. ആദ്യം അവർ കോൺഗ്രസിൻ്റെ വക്താവാകും, പിന്നെ BJP-യിലേക്ക് പോകും. ഇപ്പോൾ ഖുഷ്ബു മാത്രമല്ല, ടോം വടക്കൻ പോയല്ലോ. ടോം വടക്കൻ, ഖുഷ്ബു, ഇങ്ങനെ എത്ര ആളുകൾ പോയിക്കൊണ്ടിരിക്കുക. ബ്രിട്ടാസ് എത്രയോ കാലം ഡൽഹി, ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് നിങ്ങൾ ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച ആളാണ്. ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ ഭൂരിഭാഗം പേരും ഇപ്പോൾ BJP MP-മാരായി പാർലമെൻറ്റിനകത്തുണ്ട്. അപ്പോൾ കോൺഗ്രസ് എന്നൊരു വലിയ മതപരിവർത്തനം നടക്കുന്ന പോലെ കൺവേർഷൻ നടന്നുകൊണ്ടിരിക്കുക. ആ കൺവേർഷനാണ് ഇപ്പോൾ BJP-യിലേക്ക് ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ BJP-ക്കകത്ത് ആളുകൾ വരവേറ്റു ആര് നമ്പൂതിരി, വലിയ സന്തോഷമുള്ള കാര്യം. പക്ഷേ നിങ്ങൾക്കകത്തുള്ള ശോഭാ സുരേന്ദ്രൻ്റെയും CK പത്മനാഭൻ്റെയും അതുപോലുള്ള ആളുടെ സ്ഥിതി എന്താണെന്ന് കൂടി പറയണം. പിന്നെ BJP കൊടുക്കുന്ന പുതിയ ഓഫർ, BJP-ക്ക് വേണ്ടി വിറക് വെട്ടിയവർ, വെള്ളം കോരിയവർ, അവരൊക്കെ മൂലക്കാവുകയാണ്. ഇന്നലെ വന്ന ആളുകൾ ദേശീയ ഉപാധ്യക്ഷന്മാരാകുന്നു. അതുകൊണ്ടൊരു വ്യത്യസ്തമായ പാർട്ടിയാണ് BJP എന്നൊക്കെ അനുഭവത്തിലൂടെ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് പുതിയ ആളുകൾക്ക് സ്ഥാനമാനങ്ങൾ കൊടുക്കുമ്പോൾ അതിനകത്തുള്ള പഴയ ആളുകൾ ആ പാർട്ടി വിടാനാണ് സാധ്യത എന്നാണ് ഇപ്പോൾ കേരളത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തകൾ. കേരളത്തിലെ BJP-ക്കകത്ത് പൊട്ടിത്തെറി പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഉണ്ടാകും. ആ പാർട്ടി സംഘകുടുംബത്തിലൂടെ വന്നവർ, ആ സംഘകുടുംബത്തിലൂടെ വന്ന പലരും ഇപ്പോൾ നിരാശരായി എന്ന് മാത്രമല്ല, അവർ പാർട്ടി യോഗത്തിൽ പങ്കെടുക്കുന്നില്ല, ശോഭാ സുരേന്ദ്രൻ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നില്ല, AN രാധാകൃഷ്ണൻ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നില്ല. അവരുടെ മുഖമായി BJP-യുടെ ഏറ്റവും മോശം കാലത്ത് BJP-യിൽ നിന്നവരൊക്കെ ഇപ്പോൾ BJP-യിൽ സൈഡ് ലൈൻ ചെയ്യപ്പെടുന്നു. അതേസമയം BJP-യുടെ വസന്തം, ഇപ്പോൾ BJP-ക്ക് ഇപ്പോൾ നല്ലൊരു പീരീഡാണ്. ഇല്ല എന്ന് പറയുന്നില്ല, ഉള്ള പോലെ പറയണല്ലോ, അത് കുറച്ച് കാലം കൂടി ഉണ്ടാവും. അതുകൊണ്ട് ആളുകൾ വരികയാണ്. പുത്തനായി കടന്നു വരുന്നവർക്ക് സ്ഥാനമാനങ്ങൾ നൽകി നിൽക്കുക. തോന്നുന്നില്ല രാത്രി ചർച്ചക്കൊക്കെ തിരിക്കുക. അതുകൊണ്ടായിരിക്കാം നമ്പൂതിരി വളരെ മിതത്വം പാലിച്ചുകൊണ്ട് ഇതിനോട് പ്രതികരിച്ചത്. ഖുഷ്ബു വരുന്നത് കൊണ്ട് വലിയ കുശിയൊന്നുമില്ല. നമ്പൂരി, ഖുഷ്ബു വരുന്നതുകൊണ്ട് വലിയ കുശിയൊന്നും അല്ല എന്ന് നമ്പൂരി പറയാനുള്ള കാരണം അതായിരിക്കും. അതൊക്കെ വരും, ഒരു പ്രവാഹമാണ്, ഒഴുക്കാണ് എന്ന് വളരെ ഞാൻ പറഞ്ഞല്ലോ. ബ്രിട്ടാസെ, ഞാൻ ഒന്നിപ്പോ ഷംസീർ ഈ BJP-യിൽ എന്തോ ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നു എന്നൊക്കെയുള്ള പ്രതീക്ഷ വെച്ച് പുലർത്തുന്നു. അങ്ങനെ പ്രതീക്ഷ വെച്ച് പുലർത്താനുള്ള അവകാശം ഷംസീറിന് ഉണ്ട്, സ്വാഭാവികമാണത്.
പക്ഷേ ആ പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്താകും. ഈ ചോര കുടിക്കാൻ വന്ന ഉണ്ടല്ലോ, ഈ കുറുക്കനുണ്ടല്ലോ, പുറകെ നടന്നല്ലോ, അതുപോലെ ആകും. അതുകൊണ്ട് അത് ഞാൻ അതിനെക്കുറിച്ച് വിടുന്നില്ല. പിന്നെ ബി ജെ പിയിലേക്ക് എല്ലാ ദിവസവും രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് പുതിയ ആളുകൾ ചേരുന്നുണ്ട്, കേരളത്തിലും ചേരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായി അങ്ങനെ ചേരുന്നവരെ പൂർണ്ണമായി ബി ജെ പി ഉൾക്കൊള്ളണം എന്നുള്ളതാണ് ബി ജെ പിയുടെ പാർട്ടിയുടെ രാഷ്ട്രീയ ലൈൻ. അതാണ്. അതുകൊണ്ട് തന്നെ പാർട്ടിയിലേക്ക് പുതുതായി വരുന്നവരെ ഉൾക്കൊള്ളാനും അവരെ അംഗീകരിക്കാനും അവർക്കും അവരുടേതായി സ്പേസ് ഉണ്ടാക്കാനും ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ ബി ജെ പി എന്നും തയ്യാറായിട്ടുണ്ട്. അതിന് ബി ജെ പി പ്രവർത്തകരുടെ ഇടയിൽ അതിനെതിരായിട്ടൊരു വൈമുഖ്യമോ എതിർപ്പോ ഒന്നും ഒരു പാർട്ടി പ്രവർത്തകൻ്റെയും ഇടയിലില്ല. അപ്പം അത് ബി ജെ പി മാത്രമല്ല. ഇപ്പോൾ CPM ആലപ്പുഴയിൽ മനോജ് കുരിശിങ്കലിനെ നിർത്തി. എന്ത് പാർട്ടി പാരമ്പര്യമായിരുന്നു മനോജ് കുരിശിങ്കലിനെ സ്ഥാനാർത്ഥിയാക്കാൻ? നമ്പൂരി ഒരു സെക്കൻഡ്, ഈ ടെലിവിഷനിൽ നമ്പൂരി ഞാൻ തിരിച്ചു വരാം. ഞാൻ ഒരു രാഷ്ട്രീയ വ്യക്തമായി നമ്പൂരി ഞാൻ തിരിച്ചു വരാം. ഈ ടെലിവിഷനിൽ ഞങ്ങൾ പറയുന്ന ഒരു വാക്കുണ്ട്, ശരീരഭാഷ, ബോഡി ലാംഗ്വേജ് എന്ന് പറയും. എപ്പോഴും ഞങ്ങൾ ഉപയോഗിക്കേണ്ട ഒരു ഭാഷയാണ്. ഓരോരുത്തർ, അതായത് ഈ ടെലിവൈസ്ഡ് പൊളിറ്റിക്സ് ആരംഭിച്ച ശേഷമാണ് ഈ പറഞ്ഞ ബോഡി പൊളിറ്റിക്സിനെ കുറിച്ചുള്ള ഏറ്റവും വലിയ അനാലിസിസ് വന്നത്. ഇപ്പോൾ നമ്മുടെ അബ്ദുള്ളക്കുട്ടി ദേശീയ ഉപാധ്യക്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് ദേശീയ ഉപാധ്യക്ഷന്മാരെ കണ്ടിട്ടുണ്ട്. കിഷൻലാൽ ശർമ്മയും JP മാത്തൂറും അങ്ങനെ ഒരുപാട് ആൾക്കാർ BJPക്ക് ഉണ്ട്. ഞാൻ പഴയ കാലം 80കളിലെ കാലമാണ് പറയണേ, അന്ന് മുതലുള്ള കാര്യമാണ് പറയണേ. അത് കഴിഞ്ഞ് അബ്ദുള്ളക്കുട്ടി ഉപാധ്യക്ഷനായ ശേഷം ആ അബ്ദുള്ളക്കുട്ടി ഉപാധ്യക്ഷനായിട്ടുള്ള വാർത്ത ശ്രവിക്കുന്ന നമ്മുടെ നമ്പൂതിരിയുടെ സ്നേഹിതന്മാരുടെ ശരീരഭാഷ ഞാൻ നോക്കിയിരുന്നു. അതിനുശേഷം ആ ദേശീയ ഉപാധ്യക്ഷൻ കേരളത്തിൽ വന്നപ്പോൾ ഉള്ള ശരീരഭാഷ, നിങ്ങളുടെ ശരീരഭാഷ കണ്ടിരുന്നു. ആ ശരീരഭാഷയിലൊന്നും ഇപ്പം നമ്പൂതിരി പറഞ്ഞതുപോലുള്ള ഒരു നയം ഞാൻ കണ്ടില്ല. ഒരുപക്ഷെ നിങ്ങളുടെ ആഹ്ലാദം മനസ്സിലിങ്ങനെ അടക്കി അമർത്തിക്കൊണ്ട് മുഖത്ത് പിന്നെ കൃത്രിമമായിട്ടുള്ളൊരു ഗൗരവം അഭിനയിച്ചുകൊണ്ടാകാം അല്ലേ സലീമേ? അങ്ങനെ ആയിരിക്കാം അല്ലേ സലീമേ? തീർച്ചയായിട്ടും അത് കേരളത്തിലെ BJPയിൽ ഉണ്ടാക്കിയ ഒരു കോൺസിക്വൻസസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അത് BJPയുടെ ഏറ്റവും സീനിയർ നേതാക്കന്മാർ പോലും ഒരുപക്ഷെ BJPയുടെയും സംഘപരിവാറിന്റെയും ആദ്യകാല നാളുകളിൽ പോലും ആ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച ഒട്ടേറെ സീനിയർ നേതാക്കന്മാരുടെ ജോൺ ബ്രിട്ടാസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അവരുടെ ശരീരഭാഷ വളരെ കൃത്യമായി അത് നമുക്ക് സമ്മേളിപ്പിക്കുന്നു. ഒരു സംശയവും ഏതെങ്കിലും ഒരു ആളുടെ സ്ഥാനലബ്ധി കൊണ്ട് അമിതമായി ആഹ്ലാദിക്കുകയോ സ്ഥാനം ലഭിക്കാത്തതിന്റെ പേരിൽ അമിതമായി വേദനിക്കുകയോ എന്നും ചെയ്യുന്ന കൾച്ചറുള്ള പാർട്ടിയല്ല BJP. ഓക്കെ, വ്യക്തമായി. അല്ല, എനിക്ക് പിന്നെ സലീമും ഷംഷീറും എന്ത് പറഞ്ഞാലും നമ്പൂതിരിയെ കുറിച്ച് എനിക്കൊരു പരാതിയില്ല. എന്നാൽ നമ്പൂതിരി എപ്പോഴും ഒരു എന്താ പറയണ്ടേ, നമ്മുടെ നാട്ടിൽ പറഞ്ഞ ലെയ്ലാൻഡ് ബസ് പോലെയാണ്. വലിയ ബഹളോ ഒച്ചപ്പാടൊന്നുമില്ല, പക്ഷെ പോകേണ്ട പോലെ കൃത്യമായിട്ട് പോകും. അത് ഞാൻ അദ്ദേഹത്തിനെ അഭിനന്ദിക്കുക. എന്താ കാരണം വെച്ചാൽ വലിയൊരു വികാര വിക്ഷോഭങ്ങളോ അമിത സന്തോഷങ്ങളോ ആഹ്ലാദങ്ങളോ തിമിർപ്പുകളോ പിന്നെ അങ്ങനെയൊന്നുമില്ല. അദ്ദേഹം കൃത്യമായിട്ട് കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞു പോകും. വളരെ വളരെ പക്വതയുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ്. ഞാൻ താങ്കളെ വെറുതെ അനാവശ്യമായിട്ട് താങ്കൾക്ക് കോംപ്ലിമെൻ്റ് ചെയ്യുന്നതല്ല, ഞാൻ ഉള്ള കാര്യമാണ് പറയണേ. നമ്മുടെ വിഷയത്തിലേക്ക് വരുവാണ്. അത് ഞാനൊരു കാര്യം പറയാം. കഴിഞ്ഞ 24 മണിക്കൂർ പോരാ, ഒരുപക്ഷെ 2 ദിവസമായിട്ട് കേരളം പ്രധാനമായും ചർച്ച, ഇന്നലെ എയർ ടൈം മുഴുവൻ അതായിരുന്നു, ഇന്നത്തെ പത്രമാധ്യമങ്ങൾ അതായിരുന്നു, ഇന്നത്തെ പത്രപ്രസ്താവനകൾ അതായിരുന്നു. ഇതെല്ലാം വന്നിരിക്കുന്നത് എൻ്റെ കയ്യിലുണ്ട്. സ്വപ്ന സുരേഷ് എന്നുള്ള ഒരു കുറ്റാരോപിതയുടെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കൊടുത്ത മൊഴിയെ മുൻനിർത്തിയായിരുന്നു. പ്രമോദ് പുഴങ്കര ഈ മൊഴിയുടെ 11 പേജ് വരുന്ന മൊഴി എൻ്റെ കയ്യിലുണ്ട്. അതിലെ ഒരു പാരഗ്രാഫിന് മുകളിലാണ് കഴിഞ്ഞ ഒരുപക്ഷെ 48 മണിക്കൂറിലെ കേരള രാഷ്ട്രീയത്തിൻ്റെ മുകളിൽ വലിയ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉന്നയിക്കപ്പെട്ടത്. ഞാൻ ഈ മൊഴി സകൂതം വായിച്ചു നോക്കി. എന്താണ് നമ്മുടെ മാധ്യമങ്ങൾക്ക് പറ്റിയെന്ന് പോലും ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അതായത് വരികൾക്കിടയിൽ നിന്ന് വാക്കുകളെ അടർത്തി മാറ്റുന്നു, ഇല്ലാത്ത അർത്ഥങ്ങൾ അതിലേക്ക് കുത്തി നിറയ്ക്കുന്നു. ഞാനത് സത്യസന്ധമായിട്ട് പറയണം. നമ്പൂതിരി ഞാൻ ഒരിക്കലും ഡിസ്റ്റോർട്ട് ചെയ്യില്ല, അതുകൊണ്ടാണ് ഞാൻ പറയാം. പ്രമോദ് പുഴങ്കര, താങ്കൾ ഒരുപക്ഷെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ സ്വപ്ന സുരേഷിൻ്റെ മൊഴി താങ്കൾ കണ്ടിട്ടുണ്ടാവും, അതിലെ പ്രസക്ത ഭാഗം കണ്ടിട്ടുണ്ടാവും. എന്താണ് താങ്കൾക്ക് തോന്നിയത്? ഈ സ്വപ്ന സുരേഷിൻ്റെ മൊഴിയിൽ പറയുന്ന കാര്യങ്ങൾ, അതായത് പ്രധാനമായിട്ടും മുഖ്യമന്ത്രിയെ കണ്ടു കോൺസുലേറ്റ് ജനറലിനൊപ്പം എന്നുള്ളതാണല്ലോ, 6 തവണ കണ്ടു എന്നുള്ളത് പോലുള്ള കാര്യങ്ങളാണല്ലോ പ്രധാനമായിട്ടും പറയുന്നത്. ഇത്
ഇതിലെല്ലാം എന്തെങ്കിലും ഒരു വാർത്താമൂല്യമുണ്ട് എന്നോ അല്ലെങ്കിൽ ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് പോലെ ഒരു വളരെ നിർണായകമായ ഒരു കേസിനെ UAE കോൺസുലേറ്റുമായിട്ട് ബന്ധപ്പെട്ട ഈ കേസിൽ സ്വർണ്ണക്കള്ളക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട ഈ കേസിനെ വഴിത്തിരിക്കാവുന്ന എന്തെങ്കിലുമാണ് ഇത് എന്നുള്ളതിന് യാതൊരു തെളിവോ അല്ലെങ്കിൽ യാതൊരു അതിനെ കൊറോബറേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും കാര്യമോ ഇതിലില്ല. മറിച്ച് ഇത് എന്തുകൊണ്ടാണ് ഇതിവിടെ വരുന്നത്? ഈ മാധ്യമങ്ങൾ കഴിഞ്ഞ ഈ പറഞ്ഞ പോലെ ഏതാണ്ട് 48 മണിക്കൂറായി ഇതൊരു എക്സ്ക്ലൂസീവ് ന്യൂസായി കൊണ്ടുവരുന്നത് എന്ന് നമുക്കറിയാം. ആദ്യം നമുക്കിതിൻ്റെ വസ്തുതാപരമായ പ്രസക്തിയിലേക്ക് കടക്കാം. അതായത് ഈ കോൺസുലേറ്റ് ജനറൽ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയോടൊപ്പം മുഖ്യമന്ത്രിയെ ക്ലിഫ് ഹൗസിൽ വെച്ച് കണ്ടു, ഔദ്യോഗിക വസതിയിൽ വെച്ച് കണ്ടു, ഓഫീസിൽ വെച്ച് കണ്ടു എന്നാണെങ്കിൽ അത് ഓഫീസിൽ വെച്ചല്ലാതെ ഔദ്യോഗിക വസതിയിൽ വെച്ചല്ലാതെ മറ്റെവിടെയെങ്കിലും വെച്ച് ആദ്യമായി കൂടിക്കാഴ്ച നടത്തുകയും അതൊരു രഹസ്യ കൂടിക്കാഴ്ചയാവുകയും ചെയ്യുമ്പോൾ മാത്രമാണ് അതൊരു വാർത്തയാകുന്നത്. UAE കോൺസുലേറ്റ് ജനറൽ മുഖ്യമന്ത്രിയെ കാണാൻ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയെ കൊണ്ടുവരുന്നത് തെറ്റല്ല. മുഖ്യമന്ത്രിയുമായിട്ട് ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുമായിട്ട് അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്നതും തെറ്റല്ല. കൂടിക്കാഴ്ച നടത്തുമ്പോൾ മുഖ്യമന്ത്രി ഇനി എന്തെങ്കിലും കാര്യങ്ങൾ കോൺസുലേറ്റിന് സംസ്ഥാന ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് ചെയ്യാനുണ്ടെങ്കിൽ തൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയിലുപരി അതിന് നിയോഗിക്കപ്പെട്ട അല്ലെങ്കിൽ അത്തരമൊരു സർക്കാർ കാര്യങ്ങൾ ചെയ്യാൻ നിയുക്തനായ ഒരു ഉദ്യോഗസ്ഥനെ ബന്ധപ്പെട്ടാൽ മതി എന്ന് പറയുന്നത് തെറ്റല്ല. മറിച്ച് മുഖ്യമന്ത്രി പറയുകയാകട്ടെ CPMൻ്റെ ജില്ലാ സെക്രട്ടറിയെയാണ് UAE കോൺസുലേറ്റ് ജനറൽ ഇനി മുതൽ ഇത്തരം കാര്യങ്ങൾക്കുമായിട്ട് ബന്ധപ്പെടേണ്ടതെന്ന് പറഞ്ഞാൽ അത് ചോദ്യം ചെയ്യപ്പെടേണ്ട ഒന്നാണ്. പകരം സർക്കാരിലെ ഔദ്യോഗികമായി നിയമിതനായ ഒരു ഉദ്യോഗസ്ഥനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇത്തരം കാര്യങ്ങൾ നടത്തേണ്ടത് എന്നാണ് മുഖ്യമന്ത്രി പറയേണ്ടത്. ഒരു രഹസ്യവുമില്ലാത്ത വളരെ ട്രാൻസ്പാരന്റ് തിരിച്ചു വരാം. എനിക്ക് സലിമിലേക്കും അതുപോലെ തന്നെ ഷംഷീറിലേക്കും വരുന്നതിന് മുമ്പ് എൻ്റെ സ്നേഹിതനായ നമ്പൂതിരിയോടൊരു കാര്യം ചോദിക്കാനുണ്ട്. ശ്രീ നമ്പൂതിരി, അതായത് ഞാൻ ഈ നയതന്ത്ര രംഗത്തുള്ള പലരുമായിട്ട് സംസാരിച്ചു. അംബാസഡർ പദവി കൈയാളിയിട്ടുള്ള ആൾക്കാർ, ഇപ്പോൾ കൈയാളുന്ന ആൾക്കാർ, ഇവരോടൊക്കെ സംസാരിച്ചു. ഒരു രാജ്യത്തിൻ്റെ സ്ഥാനപതി പ്രധാനമന്ത്രിയായിട്ടോ മന്ത്രിമാരായിട്ടോ ഉദ്യോഗസ്ഥന്മാരായിട്ടോ അവരെ കോൾ ചെയ്യുന്നത് സാർവത്രികമാണ്. രണ്ട്, മന്ത്രിയുടെയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെയോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെയോ ഔദ്യോഗിക വസതിയിൽ ആൾക്കാരെ സ്വീകരിക്കുന്നതും സാർവത്രികമാണ്. ഞാനൊന്ന് പരിശോധിച്ചപ്പോൾ ഡൽഹിയിലെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നടക്കുന്ന കൂടിക്കാഴ്ചകളേക്കാൾ കൂടുതൽ കൂടിക്കാഴ്ച നടക്കുന്നത് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലാണ്. നാലാമത്തെ കാര്യം, കോൺസുലേറ്റ് ജനറൽമാർ എല്ലാ കാലത്തും കേരളത്തിലെ മുഖ്യമന്ത്രിയെ കോളോൺ ചെയ്തിട്ടുണ്ട്. അവർ ആ വസതിയിൽ കോളോൺ ചോദിച്ചിട്ടുണ്ട്, പിന്നെ ഓഫീസിൽ. ഈ സ്വപ്ന സുരേഷിൻ്റെ മൊഴിയിലെ 5-ാം പേജിൽ പറയുന്ന ഒരൊറ്റ വാചകമാണ്. അതായത് UAE കോൺസുലേറ്റ് ജനറൽ CMൻ്റെ വീട്ടിൽ വെച്ച് CMനെ കണ്ടപ്പോൾ ശിവശങ്കർ ഉണ്ടായിരുന്നു. ചില കാര്യങ്ങൾ ചോദിച്ചപ്പോൾ നിങ്ങൾ ഇനി ഈ ശിവശങ്കറെ ബന്ധപ്പെട്ടാൽ മതി എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഈ വാചകത്തെയാണ് ഒരുപക്ഷെ 48 മണിക്കൂറായി നമ്മുടെ അന്തരീക്ഷത്തിൽ വിവാദങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പട്ടം പറപ്പിക്കുന്ന പോലെ പറപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഫൈസൽ ഫരീദും വേണ്ട, ആരും വേണ്ട, ഇതാണ് പട്ടം പറപ്പിക്കുന്നത്. നമ്പൂതിരി, ബ്രിട്ടാസ്, ഇത് പട്ടം പറപ്പിക്കലല്ലോ. ബ്രിട്ടാസ് ഈ ചർച്ചയുടെ ആരംഭത്തിൽ മാധ്യമധർമ്മത്തെക്കുറിച്ചൊരു ചോദ്യം ചോദിച്ചു. ഇത് വളരെ ജനുവിനായ വളരെ ഗൗരവതരമായ ഒരു വിഷയത്തെ വളരെ നിസ്സാരവൽക്കരിക്കുന്ന അതും മാധ്യമധർമ്മമായി ഞാൻ കാണുന്നില്ല. ഓരോ വിഷയത്തിൻ്റെയും ഗൗരവത്തിനനുസരിച്ച് ആ ഗൗരവം മാധ്യമങ്ങൾ കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്തെങ്കിലും ആകട്ടെ, ഇപ്പം ബ്രിട്ടാസ് ചോദിച്ച ചോദ്യം, മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ ഒരു കോൺസുൽ ജനറൽ, ഒരു വിദേശ നയതന്ത്ര ഉദ്യോഗസ്ഥന് പോകാൻ പറ്റുന്നത് എപ്പോഴൊക്കെ ഈ പ്രോട്ടോകോൾ ഹാൻഡ് ബുക്കിൽ വളരെ സ്പെസിഫിക്കായി പറയുന്നുണ്ട്. നേരിൽ കാണാം, പക്ഷെ നേരിൽ കാണുന്നത് ഔദ്യോഗിക കാര്യത്തിന്, ടെക്നിക്കൽ അസിസ്റ്റൻസ് അടക്കമുള്ള ദൈനംദിന കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ്. ഇതെന്തിനാണ് ചർച്ച ചെയ്യാൻ പോയതെന്ന് നമുക്കറിയില്ല. അവിടെ മുഖ്യമന്ത്രിക്കൊരു കോണ്ടാക്ട് പോയിൻ്റായ ഒരു ഉദ്യോഗസ്ഥനെ, കോൺസുലേറ്റുമായിട്ടുള്ള കോണ്ടാക്ട് പോയിൻ്റായ ഒരു ഉദ്യോഗസ്ഥനെ
നിയമിക്കാനുള്ള അവകാശമുണ്ടോ? എന്തിനാണ് അത്തരമൊരു കോണ്ടാക്ട് പോയിന്റ്? ഒരു മന്ത്രിസഭയ്ക്ക്, ഒരു സംസ്ഥാന സർക്കാരിന് ഒരു വിദേശ എംബസിയും നയതന്ത്ര ഓഫീസുമായി ഒരു കോണ്ടാക്ട് പോയിന്റ്, അത്തരമൊരു കോണ്ടാക്ട് പോയിന്റ് ഒരിടത്തുമില്ല. അത്തരമൊരു കോണ്ടാക്ട് പോയിന്റ് ഉണ്ടാകേണ്ട ആവശ്യവുമില്ല, അത് നിയമവിരുദ്ധവുമാണ്. അത്തരമൊരു കോണ്ടാക്ട് പോയിന്റ് കൊടുത്തു. നോക്കൂ, ഇവിടെ എന്താ പ്രശ്നം? ഇത് 2019 സെപ്റ്റംബറിൽ സ്വപ്ന കോൺസുലേറ്റിലെ ജോലി വേണ്ടാന്ന് വയ്ക്കുന്നു. 2019 സ്വപ്ന സ്പേസ് പാർക്കിൽ ജോലിക്ക് വരുന്നു. 2019 നവംബർ തൊട്ടാണ് ഈ സ്വർണ്ണക്കള്ളക്കടത്ത് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ സ്വപ്നയ്ക്കും ശിവശങ്കരനുമായുള്ള ബന്ധമുണ്ടാകുന്നത് മുഖ്യമന്ത്രി പരിചയപ്പെടുത്തിയതിന് ശേഷമാണ്. മുഖ്യമന്ത്രിയുടെ വീട്ടിൽ സ്വപ്ന പോയിരുന്നു എന്ന് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രൻ ആരോപണം ഉന്നയിച്ചപ്പോൾ, മുഖ്യമന്ത്രിയുടെ വീട്ടിൽ സ്വപ്ന സന്ദർശനം നടത്തിയിട്ടുണ്ട് എന്ന് ആരോപണം ഉന്നയിച്ചപ്പോൾ നാവിന് എല്ലില്ല എന്ന് വെച്ച് തോന്നുന്നത് വിളിച്ചു പറയരുതെന്നാണ് മുഖ്യമന്ത്രി തന്റെ പത്രസമ്മേളനത്തിൽ വിമർശനം. ഒരു സെക്കൻഡ്, എനിക്ക് താങ്കളെ മുഴുവൻ പറയാൻ അനുവദിക്കുന്നതോടൊപ്പം തന്നെ താങ്കൾക്ക് തെറ്റുപറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ സുരേന്ദ്രന് നാവിന് എല്ലില്ല എന്ന് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ വല്ലാതെ വലിച്ചഴിച്ചപ്പോഴാണ്. താങ്കൾ മനസ്സിലാക്കുക. ദേവി, ഇത് താങ്കൾ വളരെ സൗമ്യതയുള്ളൊരു നേതാവാണ്, കൃത്യമായ കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്ന ഒരാളാണ്. ദേവി, ഇത് നമ്മൾ ഡിസ്റ്റോർട്ട് ചെയ്യരുത്. രണ്ടാമത്തെ കാര്യം, ഞാൻ തിരിച്ചു വരാം. ഒരുപക്ഷെ എനിക്ക് അതിനെക്കുറിച്ചൊരു എക്സ്പ്ലനേഷൻ ഉണ്ട്, പക്ഷേ പാനലിസ്റ്റുകൾ ഇവിടെ ഉള്ള സ്ഥിതിക്ക് ഞാൻ അവരിലേക്ക് പോയ ശേഷം ഞാൻ എൻ്റെ അഭിപ്രായം പറയാം. ഷംഷീർ, ശ്രീ നമ്പൂതിരി പറഞ്ഞ് താങ്കൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, എങ്ങനെയാണ് താങ്കൾ പ്രതികരിക്കുന്നത്? ഇന്നത്തെ ഡിബേറ്റിൽ സാധാരണ വളരെ ചീർഫുള്ളായി ഇരിക്കുന്ന ഒരാളാണ് ഞാൻ. ഇദ്ദേഹത്തിൻ്റെ ഡിബേറ്റ് പലപ്പോഴും നിങ്ങളുമായി ഇരിക്കുന്ന ചർച്ച ഞാൻ കണ്ടിട്ടുണ്ട്. വളരെ ചീർഫുള്ളാവാൻ, വളരെ ചിരിച്ചുകൊണ്ട് അദ്ദേഹം സംസാരിക്കാറുള്ളത്. ഇന്ന് അദ്ദേഹത്തിൻ്റെ മുഖമൊക്കെ വലിഞ്ഞു മുറുകിയിരിക്കുകയാണ്. ആ ഫേഷ്യൽ എക്സ്പ്രഷൻ വളരെ ക്ലിയറാണ്. ഞാൻ നേരത്തെ പറഞ്ഞതിൽ അദ്ദേഹം നിരാശനാണ്. ഈ പുതിയ ആളുകൾ കടന്നു വരുമ്പം പഴയ ആളുകൾ അവസരം നഷ്ടപ്പെടുന്നു എന്നുള്ള ഒരു ആശങ്ക അദ്ദേഹത്തെ അലട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ഡിബേറ്റിനകത്ത് പല കാര്യങ്ങൾ വിളിച്ചു പറയുന്നത്. ഇവിടെ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. ആദ്യം എന്തെല്ലാം ആക്ഷേപങ്ങൾ ഉന്നയിച്ചു? മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ ആക്ഷേപിച്ചു. ദ വെരി ഫസ്റ്റ് ഫോൺ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് സപ്നയെ പിടിച്ചത് എന്ന രീതിയിൽ വിളിച്ചു പറഞ്ഞു. ആ വിളിച്ചു പറഞ്ഞ പിന്നീട് എന്താ സംഭവിച്ചത്? ആ ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റി. ഇപ്പോൾ അനീഷ് രാജ് എവിടെയുള്ളത്? RSS ആസ്ഥാനത്തേക്കല്ല അനീഷ് രാജിനെ സ്ഥലം മാറ്റിയത്. ഇവിടെ ഇപ്പോൾ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ. ഈ പറഞ്ഞ മൊഴി ചോർത്തി കൊടുത്തു എന്നതിൻ്റെ പേരിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥനെ മാറ്റി ഷഫിൾ ചെയ്തു. എന്നാൽ ജന്മഭൂമിയാണ് എൻ്റെ കൈവശമുള്ളത്. ഇത് അധികാരം കാണാറൊന്നുമില്ല. ഈ പത്രം വളരെ എത്ര കോപ്പി അടിക്കുന്നത് എനിക്ക് RSSകാരനെ വായിക്കാറില്ല ഈ പത്രം. പക്ഷേ ഈ പത്രത്തിന് എങ്ങനെ വാർത്ത കിട്ടുന്നു? അപ്പോൾ അതിൽ നിന്ന് എനിക്കുണ്ടാകുന്നൊരു സംശയം, പരിവാർ സംഘടനകൾ പലതുണ്ട്, പരിവാറിന് ഒരുപാട് സംഘടനകളുണ്ട്. അതുപോലെ പരിവാറിൻ്റെ ഒരു സംഘടന ED മാറിയോ? അത് ED ആണ് തെളിയിക്കേണ്ട കാര്യം. പരിവാറിൻ്റെ സംഘടന ED മാറിയെങ്കിൽ അത് ഈ നാടിന് അപമാനകരം എന്ന് മാത്രമേ എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ. പിന്നെ ഈ കേസ് എത്രയോ കാലമായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു, ഡിബേറ്റ് ചെയ്യുന്നു. ഇന്നേക്ക് 93-ാം ദിവസമാണ്. എന്തെല്ലാം നിങ്ങൾ കൊമ്പ് കുലുക്കി? ഇതുവരെ എവിടെയെങ്കിലും എത്തിക്കാൻ പറ്റിയോ? അനാവശ്യമായി കാര്യങ്ങൾ പറയുന്നതിനപ്പുറത്തേക്ക് ഇതുവരെ ഇതിലേക്ക് എന്തെങ്കിലും എത്തിക്കാൻ പറ്റിയോ? പകരം മറ്റു പല കാര്യങ്ങളും ഇവിടെ മാധ്യമങ്ങളുടെ മനോധർമ്മം, അതാണ് ചർച്ചാ വിഷയം. മാധ്യമങ്ങളുടെ മനോധർമ്മം എന്ന് പറയുമ്പം സ്വപ്ന ഗവൺമെൻറ്റിനെതിരെ മൊഴി കൊടുത്താൽ ആ മൊഴിക്ക് വിശ്വാസ്യത, സ്വപ്ന മറ്റേതെങ്കിലും ആൾക്കെതിരെ മൊഴി കൊടുത്താൽ അതിന് വിശ്വാസ്യതയില്ല. ഇതെന്തിനാ ഈ ചെറി പിക്കിംഗ്? അതാണ് ഞങ്ങൾ എതിർക്കുന്നത്. ഈ ചെറി പിക്കിംഗ് സിസ്റ്റം നിങ്ങൾ ഒഴിവാക്കണം മാധ്യമങ്ങൾ. പകരം സിസ്റ്റമാറ്റിക്കായി ഒരു കാര്യം ഞാൻ പറയാം, പ്രതിയുടെ മൊഴിക്ക് വാല്യൂ ഇല്ല, വാലിഡിറ്റി ഇല്ല, നിയമത്തിൽ സ്കോപ്പില്ല. പക്ഷേ ഇവിടെ പ്രതിയുടെ മൊഴിയെ നിങ്ങൾ മഹത്വവൽക്കരിക്കാൻ ശ്രമിക്കുന്നു, ഇവിടുത്തെ UDFും ഇവിടുത്തെ BJPയും. അതുകൊണ്ട് ഈ സിസ്റ്റം നിങ്ങൾ മാറ്റണം. മാധ്യമങ്ങൾ അത് മാത്രമല്ല, അവർക്കിഷ്ടമുള്ള വാർത്തകൾ മാത്രം കൊടുക്കുക. മാധ്യമങ്ങൾ ഫോർത്ത് എസ്റ്റേറ്റ് ആണ്, ജനങ്ങളെ വസ്തുതകൾ അറിയിക്കേണ്ട സംവിധാനമാണ്. ആ വസ്തുതകൾ അറിയിക്കുന്നുണ്ടോ? ഞാനൊരു കാര്യം പറയാം, ഞങ്ങൾ എല്ലാ ഡിബേറ്റുകൾക്കും പങ്കെടുത്ത ആളാണ്. 93 ദിവസമായി ഡിബേറ്റിൽ ഞങ്ങളുടെ പ്രതിനിധികൾ മാറി വരുന്നുണ്ട്. ഇന്നലെ കഴിഞ്ഞ ദിവസം ഞാനൊരു ചാനൽ ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന വിഷയം മുരളീധരൻ്റെ പ്രോട്ടോകോൾ ലംഘനമാണ്, പക്ഷേ BJP ആരും വരുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ ചർച്ച ചെയ്യുന്നില്ല. എന്തേ നമ്പൂതിരിക്ക് അതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റാത്തത്? BJPക്കകത്ത് പ്രശ്നങ്ങളില്ല എന്നാണ് അദ്ദേഹം സ്ഥാപിച്ചെടുക്കുന്നത്. നെഞ്ചത്ത് കൈവച്ച് പറയാൻ പറ്റുമോ നമ്പൂതിരിക്ക് BJPക്കകത്ത് പ്രശ്നം? എനിക്കറിയാലോ. BJP എന്നൊക്കെ പറഞ്ഞാൽ നോർത്തിലെ ലീഡേഴ്സ് ഉണ്ടല്ലോ കുറേ ആളുകൾ, ഞങ്ങൾക്കറിയാലോ കുറേ ആളുകളൊക്കെ. BJP പൊട്ടിത്തെറിയുടെ വക്കിലാണ്. അതിനകത്ത് പുതുതായി കടന്നു വരുന്നവർക്ക് സ്ഥാനമാനങ്ങൾ നൽകുന്നു. പഴയ വന്നവർ വിറക് വെട്ടിയും വെള്ളം കോരി തന്നെ നിൽക്കുകയാണ്. അതിനകത്ത് സിനിമാ നടന്മാരെ പിടിച്ച് MP ആക്കുന്നു. ഇതാണ് സിസ്റ്റം. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ റാങ്ക് ആൻഡ് ഫയൽ നിരാശരാണ്, അതിലൊരു തർക്കമില്ല.
അത് നമ്പൂതിരിയുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ തന്നെ എനിക്ക് റീഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഈ കേസിനകത്ത് എന്തെല്ലാം ആരോപണം മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിച്ചു? ഇതിനകത്ത് ഏതെങ്കിലും ആരോപണം തെളിയിക്കാൻ പറ്റും ഇതുവരെ? പിന്നെ EDയുടെ റിപ്പോർട്ടാണെങ്കിൽ ഇത് നേരത്തെ ഒരു റിപ്പോർട്ട് വന്നു, അതിനകത്ത് സ്വപ്നയുടെ മൊഴി എന്നാ പറയുന്നത്. പേരാരുടെ എഴുതി ചേർക്കാലോ? ഒരു കുറ്റപത്രം സാധാരണ ബെയിൽ കിട്ടാതിരിക്കാൻ വേണ്ടി പറഞ്ഞ ED ഒരു ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യും. അതിനപ്പുറത്ത് ഗൗരവമൊന്നും ഞങ്ങൾ കാണുന്നില്ല ഇതിനകത്ത്. ഇനി നിങ്ങളല്ല അന്വേഷണ ഏജൻസി, ഒരുപക്ഷെ ഇന്നലെ മാധ്യമങ്ങൾ ചർച്ച, ഞാൻ നമ്പൂരിലേക്ക് വരാം. നമ്പൂരി ക്വിക്കായിട്ട് എന്തെങ്കിലും ഷംഷീറിനോട് മറുപടി പറയാനുണ്ട്, പറഞ്ഞോളൂ. താങ്കളുടെ ബോഡി ലാംഗ്വേജ്, താങ്കളുടെ മുഖത്ത് പ്രസന്നതയില്ല, ചിരി മാഞ്ഞിരിക്കണു, ഉള്ളിൽ വലിയൊരു എന്താ പറയേണ്ട ഒരു വല്ലാത്ത ഒരു വിമ്മിഷ്ടമുണ്ടെന്നൊക്കെ ഷംഷീർ, അതനുസരിച്ച് ഇനി ചിരിച്ചു കാണിക്കണ്ട. അല്ല, എന്താണെങ്കിലും ഷംസീറിന് ഈ അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഈ MLA സ്ഥാനം നഷ്ടപ്പെട്ടാലും മറ്റൊരു ജോലി ഉണ്ടായി എന്നുള്ളതിലുള്ള സന്തോഷം എനിക്കുണ്ട്. ഈ മുഖലക്ഷണം പറയുക എന്ന് പറയുന്നത് എല്ലാവർക്കും പറ്റുന്ന ഒരു ജോലി അല്ലല്ലോ ഷംസീറെ. അതുകൊണ്ട് നല്ല ഭാവി അതിൽ ഞാൻ കാണുന്നുണ്ട്. അതിൽ കൂടുതൽ എന്തോന്ന് പറയാൻ നല്ല ഭാവിയുണ്ടെന്ന് പറയുമ്പോൾ അദ്ദേഹം വായിച്ച നല്ല ഭാവിയുണ്ട്. ഈ മുഖലക്ഷണവും ഹസ്തരേഖാശാസ്ത്രവും ജ്യോതിഷവും ഒക്കെ ആയിട്ട് ഷംസീറെ കൂടാം. ഷംസീറെ, എന്റെ മുഖഭാവം നോക്കി എന്റെ മുഖലക്ഷണം പറഞ്ഞ് പാർട്ടിയിൽ വഴക്കുണ്ടേ എന്ന് പറയുന്നതിൽ, ഞാൻ ഈ പാർട്ടിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് നാളുകളായി സാർ. എന്റെ പാർട്ടിയെ കുറിച്ച് എനിക്കറിയാവുന്ന പോലെ താങ്കൾക്കറിയില്ലല്ലോ. എന്റെ പാർട്ടിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ സ്വാഭാവികമായി ഞാനാണ് അറിയേണ്ടത്. ഈ പാർട്ടിയിൽ പറയുന്ന തരത്തിൽ ശ്രമം നടക്കുന്നുണ്ടാവും, ആഗ്രഹിക്കുന്നുണ്ടാവും. ഒരു സെക്കൻഡ്, ഞാൻ ഷംഷീറിൽ നിന്ന് മനസ്സിലാക്കിയത് നമ്പൂരിയെ പോലെ നിസ്വാർത്ഥമായിട്ട് പതിറ്റാണ്ടുകളായി ഈ പാർട്ടിക്ക് വേണ്ടി സേവനം നടത്തുന്ന ആൾക്കാർക്ക് കുറച്ചുകൂടി പരിഗണന കിട്ടണമെന്നുള്ള ഷംസീറിന്റെ ആഗ്രഹമാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ പുറത്തേക്ക് വന്നത്. താങ്കളോടുള്ള ഐക്യദാർഢ്യമല്ലേ അത്? അതെ, സന്തോഷം. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഞാനും ഈ BJPയിലെ ഓരോ പ്രവർത്തകനും സംതൃപ്തനാണ്. അവരവരുടെ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിൽ അവരവർക്ക് ആവശ്യമായ അംഗീകാരം ഈ പാർട്ടിയിലുണ്ട്. ഈ പാർട്ടിയിൽ അംഗീകാരത്തിൻ്റെയോ അവർക്ക് സ്ഥാനമാനങ്ങൾ നൽകുന്നതിൻ്റെ ഒന്നും പേരിൽ ഒരു തർക്കവുമില്ല. എല്ലാവർക്കും പ്രവർത്തിക്കാനുള്ള സ്പേസ് ഉണ്ടാവും. എല്ലാവർക്കും പ്രവർത്തിക്കുമ്പോൾ അംഗീകാരം ഉണ്ടാകും. എല്ലാവരെയും പ്രവർത്തകർ പറഞ്ഞപ്പോൾ എനിക്കൊരാൾ അയച്ചു തന്നു. ഞാനൊരു കാര്യം, ഇപ്പൊ നിങ്ങളിപ്പോ ഇന്നെടുത്ത വലിയ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഖുഷ്ബു നമുക്കെല്ലാം, ഖുഷ്ബുവിന്റെ പേരിൽ തമിഴ്നാട്ടിൽ അമ്പലങ്ങളുമുണ്ട്, ശ്രീകോവിൽ പോലും ഉണ്ട്. ഈ ഖുഷ്ബു കഴിഞ്ഞ ദിവസം ഖുഷ്ബുവിൻ്റെതായി വന്ന ഒരു ട്വീറ്റ് ഞാൻ കാണിച്ചുതരാം. അത് വളരെ രസകരമായ ട്വീറ്റാണ്, നോക്കുക. സംഗീസ് ആർ ബിഹേവിംഗ് ലൈക്ക് മങ്കീസ് വിത്തൗട്ട് സിക്സ്ത് സെൻസ്. സംഗീസ് ആർ ബിഹേവിംഗ് ലൈക്ക് മങ്കീസ് വിത്തൗട്ട് സിക്സ്ത് സെൻസ്. നമ്പൂരി, ഇനി ഞാൻ വേണമെങ്കിൽ ഒരുപാട് ട്വീറ്റ് കാണിച്ചു തരാം. അല്ല, ഇതൊക്കെ ഇങ്ങനെയുള്ള ട്വീറ്റുകളൊക്കെ കൊടുത്ത ആൾക്കാരെ നിങ്ങളുടെ നെറുകയിൽ കൊണ്ട് വെക്കുമ്പോൾ ചില വീർപ്പുമുട്ടല് ശോഭാ സുരേന്ദ്രനും CK പത്മനാഭനും മറ്റുള്ളവർക്കും AN രാധാകൃഷ്ണനും കൃഷ്ണദാസനും MD രമേശനും ഒക്കെ ഉണ്ടാകുമ്പോൾ അത് ഇല്ലാന്ന് പറയാൻ പറ്റുമോ നമ്പൂരി? അല്ല, ഇപ്പോ സംഗീസ് ആർ ബിഹേവിംഗ് ലൈക്ക് മങ്കീസ് എന്ന് പറയുന്ന ഖുഷ്ബു തന്നെ BJPയിൽ വന്നല്ലോ. ഇത് മങ്കീകളുടെ കൂട്ടമല്ല, ഇത് ബുദ്ധിമാന്മാരുടെയും രാജ്യസ്നേഹികളുടെയും കൂട്ടമാണെന്ന് തിരിച്ചറിവുണ്ടായി. കഴുതകളുടെ കൂട്ടത്തിൽ നിന്നപ്പോഴാണ് ഇത് മങ്കികളാണ് എന്നൊരു തോന്നൽ അവർക്കുണ്ടായത്. ഇപ്പോൾ അവർക്ക് വകതിരിവുണ്ടായി, അവർ BJPയിൽ വന്നു. ഇത് ബുദ്ധിമാന്മാരുടെയും രാജ്യസ്നേഹികളുടെയും പാർട്ടിയാണെന്ന് അവർക്ക് തിരിച്ചറിവുണ്ടായി. അതിനപ്പുറത്തേക്ക് ഇന്നലകളിൽ അവരെന്തു പറഞ്ഞു എന്നുള്ളത് അവരെന്താണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ വേറെ വല്ല ചാനൽ ചർച്ചയാണെങ്കിലും അവതാരകൻ എന്താണെന്ന് പറയാം പെട്ടെന്ന് പറയാൻ പോകുന്നത്. സലിമിനെ ഇതാ നമ്പൂതിരി ഡോങ്കി എന്ന് വിളിച്ചു, കഴുത എന്ന് വിളിച്ചു, സലീം പ്രതികരിക്കൂ. ഞാൻ അങ്ങനെയൊന്നും പറയില്ല, ഞാൻ പറയില്ല. പ്രകോപിതനാവത്തില്ല. നമ്പൂതിരി എന്റെ നാട്ടുകാരനാണ്. ഞാൻ പറയില്ല. അല്ല, നമ്പൂതിരിയെ ഇത്ര the full credit goes to ബ്രിട്ടാസ്. അല്ല, പിന്നെ പാവപ്പെട്ട നമ്പൂതിരിയെ കൊണ്ട് ഇതുപോലെയുള്ള പദങ്ങൾ പറയിക്കുക എന്ന് പറഞ്ഞാൽ ഞാനത് എനിക്ക് നമ്പൂതിരിയുടെ കൃത്യസ്ഥിതി അറിയാവുന്നതുകൊണ്ട് നമ്പൂതിരിയോട് ഒരു ലേശം പരിഭവം പോലും എനിക്കില്ല. ഈ ഖുഷ്ബു പോകുന്ന ഈ നമുക്കറിയാലോ, അത്രസിലെ പെൺകുട്ടിക്ക് വേണ്ടി പോലും
കുഷ്ബു BJPക്കെതിരായി സ്റ്റേറ്റ്മെന്റ് ഇറക്കിയാണ് കുഷ്ബു. ആ കുഷ്ബു പോയ സാഹചര്യം എനിക്ക് തോന്നുന്നു നമ്പൂരിക്കും കൃത്യമായിട്ടറിയാം. ഒരാഴ്ച മുമ്പ് BJP നേതൃത്വത്തെ മങ്കികൾ എന്ന് വിളിച്ച് ആക്ഷേപിച്ച കുഷ്ബുവിനെ ചുവന്ന പരവതാനം വെച്ച് BJP ആസ്ഥാനത്ത് സ്വീകരിക്കുകയും അംഗത്വം കൊടുക്കുകയും ചെയ്യുന്ന ഒരു പാർട്ടി BJPയുടെ ഒരു മഹിമ കണ്ടാണ് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ചെന്നു എന്ന് പറഞ്ഞാൽ, ഒന്നാമത് നമുക്ക് നാരായണ നമ്പൂതിരിയെ പോലെയുള്ള എത്രയോ കാലങ്ങളായി BJP നിൽക്കുന്ന ഒരാളാണ്, എല്ലാവർക്കും ബഹുമാനമുള്ള ഒരാളാണ്. ആ നാരായണ നമ്പൂതിരിയെ കൊണ്ട് ഇങ്ങനെ ഒരു കടുത്ത പദം പറയിപ്പിച്ചത് ബ്രിട്ടാസ് ആയതുകൊണ്ട് എന്റെ റിസർവേഷൻസ് മുഴുവൻ ബ്രിട്ടാസിനോടാണ്, നാരായണ നമ്പൂതിരിയോട് അല്ല. നാരായണ നമ്പൂരി നിങ്ങളെ ഡോങ്കി എന്ന് വിളിച്ചാലും കുറ്റവാളി ഞാനായാ? തീർച്ചയായിട്ടും. കാരണം ബ്രിട്ടാസ് നാരായണ നമ്പൂരി നിങ്ങളെ ഡോങ്കി എന്ന് വിളിച്ചതിന് ഉത്തരവാദിത്തം എനിക്കാണ്. അല്ല, കൃത്യമായിട്ട് ബ്രിട്ടാസ് അവിടെ കൊണ്ട് എത്തിക്കുകയല്ലേ ചെയ്തത്. നാരായണ നമ്പൂതിരെ പോലെ ഒരു പഞ്ചപാവത്തിനെ കൊണ്ട് ഇതുപോലൊരു പദം പറയിക്കാൻ അത് നമ്മുടെ ചർച്ചയുടെ ഒരു അതിന് ഫോക്കസ് പോയിന്റ് പോലും ഡൈവേർട്ട് ചെയ്ത് ഇത് റിലാക്സ് ചെയ്യാൻ വേണ്ടിയാണ്, ലൈറ്റ് ആക്കാൻ വേണ്ടിയാണെന്നൊക്കെ ബ്രിട്ടാസ് പറയുമ്പോഴും എനിക്കറിയാമായിരുന്നു ഇതിന്റെ പിന്നിൽ അപകടകരമായ എന്തോ ഉണ്ടെന്ന് എനിക്ക് ആദ്യമേ സ്പെല്ല് ചെയ്തതാണ്. അത് അതിന് ക്ലൈമാക്സ് നാരായണ നമ്പൂതിരെ കൊണ്ട് പറയിക്കുകയും ചെയ്തു. ഞാൻ നാരായണ നമ്പൂതിരിയോട് തർക്കിക്കാനില്ല. കാരണം പറഞ്ഞ സാഹചര്യങ്ങൾ ഈ ചർച്ചയിൽ വരുമ്പോൾ തന്നെ പാവപ്പെട്ട നാരായണ നമ്പൂതിരിയുടെ ശരീരഭാഷ നമ്മൾ കണ്ടതാണ്. അത് ഇത് മാത്രമല്ല, കുഷ്ബു എന്നല്ല പ്രശ്നം. AP അബ്ദുള്ളക്കുട്ടി CPM-ൽ നിന്ന് കോൺഗ്രസിൽ നിന്ന് പോയ ഒരു പക്ക ഓപ്പർച്യൂണിസ്റ്റിനെ നമുക്കൊക്കെ എന്തൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും BJP ഒരു നാഷണൽ പാർട്ടിയല്ലേ. ആ നാഷണൽ പാർട്ടിയുടെ ദേശീയ ഉപാധ്യക്ഷനാക്കിയിട്ട് കാലങ്ങളായി ഇവിടെ നിൽക്കുന്ന കുമ്മനം രാജശേഖരനെ പോലെ, അല്ലെങ്കിൽ ഞാൻ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ പോലും എനിക്ക് പരിചയമുള്ള നാരായണ നമ്പൂതിരി പോലുള്ള ആളുകളെ നോക്കി നിർത്തിയിട്ട് ഇങ്ങനെ ഒരു നിയമനം നടത്താൻ കഴിയുന്നു എന്ന് പറഞ്ഞാൽ അത് നമുക്കറിയില്ല. അത് BJPയുടെ ഒരു ഇന്റേണൽ ഇഷ്യൂ ആയിരിക്കും. അതല്ല അവർക്ക് എന്തെങ്കിലും മറ്റെന്തെങ്കിലും കാണും. അതല്ലെങ്കിൽ കേരളത്തിലെ BJP നേതാക്കന്മാരുടെ ഈ പാരമ്പര്യം തിരിച്ചറിയാൻ കഴിയാത്ത ആളുകളാണ് ഇന്ന് BJPയുടെ ദേശീയ രാഷ്ട്രീയത്തിൽ ഇത്തരം കാര്യങ്ങൾ നിയന്ത്രിക്കുകയും തീരുമാനിക്കുകയും ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതാണ്. അതിന്റെ ഒക്കെ വ്യക്തിയുമായിട്ട് നാരായണ നമ്പൂതിരിയെ പോലുള്ള ആളുകൾ മാറി, അല്ലെങ്കിൽ കുമ്മൻ രാജശേഖരനെ പോലുള്ള ആളുകൾ മാറുന്നു എന്ന് കരുതാൻ മാത്രമേ കഴിയുള്ളൂ. അത് കോൺഗ്രസിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തോ ഇതുകൊണ്ടൊന്നും ഒരു വലിയ മാറ്റങ്ങളോ അല്ലെങ്കിൽ ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു സന്ദേശവും നമുക്ക് കേരളത്തിനോ അല്ലെങ്കിൽ ദേശീയ രാഷ്ട്രീയത്തിനോ നൽകാനില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്കില്ല, ഞാനത് പിടിക്കില്ല. സലീമേ, ഞാനൊരു കാര്യം പറയട്ടെ. ഉദാഹരണം പറഞ്ഞ കുറച്ചു മുമ്പ് നമ്പൂതിരി എന്തോ പിന്നെ ഷംഷീർ എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഷംഷീറിലേക്ക് ഞാൻ വരാം. ഒരു വാചകം, ഈ നാരായണ നമ്പൂരി ഷംഷീറിനെ കുറിച്ച് പറഞ്ഞു, മുഖലക്ഷണം നോക്കി വായിക്കും, മനസ്സിൻ്റെ ലക്ഷണം നോക്കി വായിക്കും, അങ്ങനെയൊക്കെയുള്ള ചില കഴിവുകൾ ഷംഷീറിനുണ്ട് എന്ന് പുള്ളി പറഞ്ഞു വെച്ചു. പക്ഷേ യഥാർത്ഥ കഴിവുള്ളവരെന്നറിയോ? നാരായണ നമ്പൂരിക്ക് എന്നറിയാം. നാരായണ നമ്പൂരി കഴിഞ്ഞ ആഴ്ച എൻ്റെ കൂടെയുള്ളൊരു ചർച്ചയിൽ ഒരാളോട് പറഞ്ഞു, നിങ്ങൾ പോരെ, ഇങ്ങോട്ട് പോരെ, കോൺഗ്രസിലൊരു നേതാവ് ഷുക്കൂറാണെന്ന് തോന്നുന്നു, പക്ഷേ ഷുക്കൂറാണെന്ന് തോന്നുന്നു. അപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു ഒരാൾ അത് പോകാൻ പോകാമെന്ന്. എന്നൊക്കെ അറിഞ്ഞാൽ നാരായണ നമ്പൂരിക്ക് ഒരു സംസാരത്തിൽ പ്രവചന സ്വഭാവമുണ്ട്. അപ്പോൾ ഇന്ന് അദ്ദേഹം ഈ പറഞ്ഞ ഏതോ മീശമാധവനിൽ മറ്റേ ദിലീപ് മീശ പിരിച്ചാൽ ഉടനെ അവിടെ വീട്ടിൽ കയറുന്നു പറഞ്ഞല്ലോ, ഇന്ന് ആർക്കെങ്കിലും ഒരു സ്വാഗതം അദ്ദേഹം അരുളിയാൽ അടുത്ത ആഴ്ച ഉറപ്പായിട്ട് പോകും. സലിമിനൊരു സ്വാഗതം വരളാനൊന്നും നാരായണ നമ്പൂരി ധൈര്യം കാണിക്കില്ലല്ലോ. ഇല്ലല്ലോ, എന്നോട് സ്നേഹമുണ്ട്, അതുകൊണ്ട് കാണിക്കില്ല. ഓക്കെ, ഷംഷീർ എന്താ പറയാമെന്ന്? ഷംഷീർ എന്തോ കൈവക്കൊണ്ടിരിക്കുകയാണ്. അതില് നാരായണ നമ്പൂതിരി പറഞ്ഞു, ഞാൻ മുഖസ്തുതി പറയും ഹസ്തരേഖ. അപ്പോൾ അദ്ദേഹം അതിലൂടെ വളരെ ക്ലിയർ കട്ടായി അംഗീകരിച്ചു. ഞാൻ പറഞ്ഞ പോയിന്റ് സത്യമാണെന്ന് അദ്ദേഹം അംഗീകരിച്ചു. കാരണം അദ്ദേഹം നിരാശനാണെന്ന് ആ വരികൾക്കൂടെ എനിക്ക് റീഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഞാൻ ബഹുമാനായ ബ്രിട്ടാസിന്റെ മൊബൈലിലേക്ക് ഒരു പ്രസംഗം അയച്ചിട്ടുണ്ട് വാട്സാപ്പിൽ. അത് ഖുഷ്ബുവിന്റെ പ്രസംഗമാണ്. ഖുഷ്ബു ചോദിക്കുന്ന ചോദ്യം, എവിടെയാണ് നിർമ്മല സീതാരാമൻ, എവിടെയാണ് സ്മൃതി ഇറാനി? ഹത്രാസിന്റെ പശ്ചാത്തലം, ഹാത്രസിൽ നടന്ന റേപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ പ്രസംഗമാണ് തമിഴ്നാട്ടിലെ. അത് ഞാൻ അയച്ചിട്ടുണ്ട്. അതുപോലെ അദ്ദേഹം അവിടെ പോകാൻ ശ്രമിച്ച പ്രിയങ്ക ഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും പ്രൈസ് ചെയ്തുകൊണ്ട് സംസാരിച്ചത്. എന്നിട്ട് ഇപ്പം എങ്ങോട്ടെത്തി? ക്രിസ്ത്യനിലൊരു പ്രയോഗമുണ്ട്, വെളുക്കാൻ കോഴി കൂവുന്നതിനേക്കാൾ മുമ്പ് യേശുവിനെ തള്ളി പറഞ്ഞ പത്രോസിനെ പോലെ അദ്ദേഹം ഇപ്പം മറുഭാഗത്തേക്ക് പോയി. അപ്പോൾ കോൺഗ്രസിൽ നിന്ന് ആളുകൾ കൂട്ടത്തോടെ BJPയിലേക്ക് പോകുന്നു.
BJP അവരെ വരവേൽക്കുന്നു. അതിൽ എനിക്കൊരു കാര്യം നാരായണ നമ്പൂതിരിക്ക് അറിയെങ്കിൽ പറയണം, എന്താണ് ഓഫർ അതറിയണം. എന്ത് ഓഫർ കൊടുത്തിട്ടാണ് നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്? നിങ്ങൾ പലർക്കും പല ഓഫറും കൊടുത്തിട്ട് പഠിക്കുന്നത്. ഓണക്കാല ഓഫർ, വിഷുക്കാല ഓഫർ എന്നൊക്കെ പറഞ്ഞ പോലെ നിങ്ങൾ ഖുഷ്ബുവിന് കൊടുത്ത ഓഫർ എന്താണ് അതറിയാം. ടോം വടക്കനെ കൊണ്ടുപോയി, അബ്ദുള്ള കുട്ടിയെ കൊണ്ടുപോയി, പലതും പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഓഫർ കണ്ടല്ലോ ദേശീയ ഉപാധ്യക്ഷൻ പ്രമോദേ. ഒരുപക്ഷെ പ്രമോദിന് ഈ പറഞ്ഞ നിയമപരമായ കാര്യങ്ങളെ കുറിച്ചാണ് പ്രതികരിക്കാനുള്ളതെങ്കിൽ പോലും അല്ല, എനിക്ക് കംപ്ലീറ്റ് ചെയ്യണം. അല്ല, എനിക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അദ്ദേഹം പറഞ്ഞു രാജ്യസ്നേഹത്തെ കുറിച്ചൊക്കെ പറഞ്ഞു. രാജ്യസ്നേഹികളുടെ പാർട്ടി ആയതുകൊണ്ടാണ് BJPയിലേക്ക് ആളുകൾ വരുന്നു എന്നാണ്. ഞാനൊരു കാര്യം ചോദിച്ചു, എവിടെ പോയി ദേവീന്ദർ ശർമ്മ? ദേവീന്ദർ ശർമ്മയെ നാരായണ നമ്പൂതിരിക്ക് അറിയാലോ. DYSP റാങ്കിലുള്ള ആളാ, ഭീകരന്മാരുടെ കൂടെ പിടിക്കപ്പെട്ട ആൾ. അതുപോലെ പത്താൻകോട്ട് ഭീകരാക്രമണവും അതുപോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. കഴിഞ്ഞ യുദ്ധത്തിന്റെ ഘട്ടത്തിൽ നിങ്ങളുണ്ടാക്കിയ വ്യാജ യുദ്ധപ്രതീതി. രാജ്യസ്നേഹത്തെക്കുറിച്ചൊന്നും അധികം നിങ്ങൾ പറയണ്ട. നിങ്ങളുടെ പൈതൃകം രാജ്യത്തെ ഒറ്റുകൊടുത്ത പാരമ്പര്യമാണ്. നിങ്ങൾ കപട രാജ്യസ്നേഹം വളർത്തിയാണ് നിങ്ങൾ അധികാരത്തിലേക്ക് വരുന്നത്. ഇന്ത്യയിലെ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലെ നിരക്ഷരായ ജനങ്ങൾ വഞ്ചിക്കപ്പെട്ടുള്ളത് ശരിയാണ്. പക്ഷെ അത് എല്ലാ കാലത്തും നിൽക്കില്ല എന്ന് ഉറപ്പിക്കാം. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു സംഭാവനയും നൽകാത്തവരുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പ്രസ്ഥാനമാണ്, RSS ആണ്. ബാക്കി എല്ലാവർക്കും സംഭാവനയുണ്ട്. ആ നിങ്ങളെ പറയുന്നത് ഞങ്ങൾ രാജ്യസ്നേഹം കണ്ട ആളുകൾ ഇങ്ങോട്ട് വരുന്നതാണ്. നിങ്ങളിവിടെ പ്രചരിപ്പിക്കുന്നത് ഹെയ്റ്റ് പൊളിറ്റിക്സ് ആണ്, വെറുപ്പിന്റെ രാഷ്ട്രീയമാണ്. നിങ്ങൾ ദളിതുകളെ കൊല്ലുന്നു, നിങ്ങൾ മുസ്ലിങ്ങളെ കൊല്ലുന്നു, നിങ്ങൾ ക്രിസ്ത്യാനികളെ ആക്രമിക്കുന്നു. നിങ്ങളുടെ ഈ ഹെയ്റ്റ് പൊളിറ്റിക്സ് ചിലരെ നിങ്ങൾ ഭയപ്പെടുത്തി നിങ്ങൾ കൊണ്ടുവരുന്നു. കോൺഗ്രസ് ആളുകൾ എങ്ങനെ കൊണ്ടുവരുന്നത്? കോൺഗ്രസ് നിങ്ങൾ ആളുകളെ കൊണ്ടുവരുന്നത് EDയെയും CBIയും കാട്ടിയാണ്. EDയും CBIയും കാണുമ്പോൾ ചിലർ ഭയപ്പെട്ടു പോകുന്നുണ്ട്. അങ്ങനെയാണ് നിങ്ങൾ പലരെയും കൊണ്ടുവന്നത്. മുകുൾ റോയ് എങ്ങനെ എത്തി? ബ്രിട്ടാസിന് പരിചയം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മുകുൾ റോയ് അദ്ദേഹം വലിയ നേതാവാണല്ലോ തൃണമൂൽ കോൺഗ്രസിന്റെ. ആ മുകുൾ റോയിയെ CBI കാണിച്ച പിടിച്ചുകൊണ്ട് വന്നത്. എങ്ങനെയാണ് ജഗൻ റെഡ്ഡിയെ കൂടെ നിർത്തിയത്? എങ്ങനെയാണ് അധികാര ദുർവിനിയോഗം നടത്തുക? എങ്ങനെ ദേശീയ അന്വേഷണ ഏജൻസിയെ കൂടെ നിർത്തിക്കാം? ആ രീതിയിൽ കോൺഗ്രസ് ആളുകളെ പലപ്പോഴും പലരെയും അടർത്തിയെടുക്കുന്നുണ്ട്. ഇവിടെ ED യഥാർത്ഥത്തിൽ ഒരു പരിവാർ സംഘടനയായി മാറുന്നു. അതിനകത്ത് ഗവൺമെന്റിനെതിരെ കാര്യങ്ങൾ എഴുതി വെക്കുന്നു. നിർഭാഗ്യവശാൽ കേരളത്തിലെ മാധ്യമങ്ങൾ അത് പ്രചരിപ്പിക്കുന്നു എന്നുള്ളതാണ്. വാർത്തകൾ അവർ ഹൈലൈറ്റ് ചെയ്യും. അതായത് ശ്രീ നമ്പൂതിരി, ഞാൻ നമ്പൂരിലേക്ക് വരാം. അതിന് മുമ്പ് പ്രമോദ്, അതായത് ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഞാൻ നേരത്തെ കാണിച്ച മൊഴി, 11 പേജുള്ള മൊഴി, ആ മൊഴിയാണ് 48 മണിക്കൂറിൽ മാധ്യമങ്ങൾ ചർച്ച ചെയ്തത്. അതിലെ ഒരു വാചകം, ആ വാചകം എൻ്റെ കയ്യിലുണ്ട്. ആ വാചകത്തിൽ തന്നെ പ്രത്യേകിച്ച് അത്ഭുതകരമായി ഒന്നും ഞാൻ കണ്ടില്ല. പക്ഷേ ആ മൊഴി വന്ന പത്രം ഏതാണ്? RSSന്റെ സംഘ് പരിവാറിൻ്റെ. ഞാൻ കാണിച്ചു തരാം. ജന്മഭൂമിയിലാണ്. ഒരു ചാനൽ പോലും ആ ജന്മഭൂമിക്ക് ക്രെഡിറ്റ് കൊടുത്തില്ല. നോക്കുക, ജന്മഭൂമി എന്നുള്ള പത്രത്തിലാണ് ഈ പറഞ്ഞ മൊഴി വന്നത്. അതിനുശേഷം ജന്മഭൂമി പിറ്റേ ദിവസം പറഞ്ഞു, ജന്മഭൂമി പുറത്തുവിട്ട വാർത്തയ്ക്ക് മേലാണ് എല്ലാവരും ചർച്ച നടത്തിയെന്നുള്ളത്. ഒരു പത്രം, ജന്മഭൂമിയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറും തമ്മിലുള്ള എന്താണ് ബന്ധമെന്ന് സ്വാഭാവികമായിട്ടും ചോദിച്ചേക്കാം. ഇനി വേറെ വല്ല പത്രത്തിലാണ് ഈ വാർത്ത വന്നിരുന്നെങ്കിൽ എന്ത് പുകിലാകുമായിരുന്നു? ആരും പറയാത്ത കാര്യം. എന്തുകൊണ്ട് മാധ്യമങ്ങൾ സത്യസന്ധത കാണിച്ചില്ല? ഒരു എക്സ്ക്ലൂസീവ് ജന്മഭൂമിനെ ഞാൻ സല്യൂട്ട് ചെയ്യണം. എന്നാൽ ജന്മഭൂമി ഒരു പത്രമെന്ന നിലയിൽ പ്രധാനപ്പെട്ട ഒരു മൊഴി പുറത്തു കൊണ്ടുവന്നു. പക്ഷേ ജന്മഭൂമിക്ക് ക്രെഡിറ്റ് കൊടുക്കാൻ എന്തുകൊണ്ട് മറ്റു പത്രങ്ങൾ തയ്യാറായില്ല? പ്രമോദ്. അല്ല, അതിപ്പോൾ കേരളത്തിലിപ്പോൾ ജന്മഭൂമിയും മറ്റ് ഭൂമികളും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഇതൊരു മുന്നണിയാണ്. ഏതാണ്ട് വിമോചന സമരക്കാലത്ത് മുന്നണി പോലെ ഒരു മാധ്യമ സാമുദായ രാഷ്ട്രീയ കോൺഗ്രസ് കക്ഷികൾ, ഇതിൻ്റെ ഒരു വലിയ മുന്നണിയാണ്. ഇനി ഈ ജന്മഭൂമിയിൽ വന്ന വാർത്ത സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, നേരത്തെ ജനം TV-യുടെ തലവനായിരുന്ന അനിൽ നമ്പ്യാരുടെ മൊഴി പുറത്തു വന്നു എന്ന് പറഞ്ഞ് ഈ NS ദേവ് എന്ന് പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റം നടത്തിയതാണ്. അന്ന് K. സുരേന്ദ്രനൊക്കെ ഉണ്ടാക്കിയ പൊല്ലാപ്പ് വലിയ പുകിലാണ് അവരുണ്ടാക്കിയത്. ഇങ്ങനെ സെലക്റ്റഡ് ലീക്കാണ് നടത്തിയത് എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ സ്വപ്നയുടെ മൊഴി, സ്വപ്ന സുരേഷിൻ്റെ മൊഴി, അതിൽ നിന്നും സത്യത്തിൽ ഒട്ടും പ്രസക്തമല്ലാത്ത കാര്യങ്ങൾ എടുത്തുകൊണ്ട് രാഷ്ട്രീയ ആയുധമാക്കുന്നതിന് വേണ്ടി ആരാണ് ഈ ജന്മഭൂമിക്ക് ഈ മൊഴി ലീക്ക് ചെയ്ത് കൊടുത്തത് എന്നുകൂടി അങ്ങനെയാണെങ്കിൽ ഇത് വ്യക്തമാക്കേണ്ടതുണ്ട് അന്വേഷണ ഏജൻസി. അപ്പോൾ ഇത് വാസ്തവത്തിൽ നടക്കുന്നത് ഇത് എല്ലാവർക്കും കൂടി കൃത്യമായി ഇത് സപ്ലൈ ചെയ്യുന്ന കേന്ദ്രങ്ങൾ ഇതിലുണ്ട് എന്നുള്ളതാണ്. രണ്ട്,
രണ്ട്, ഇതിൻ്റെ രാഷ്ട്രീയ പ്രസക്തി എന്ന് പറയുന്നത് ഇപ്പോൾ ഈ മൊഴി വന്ന് ഈ മൊഴി ജന്മഭൂമിയിൽ വരികയും BJP കേന്ദ്രങ്ങളിൽ ഇത് ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ ഇത് ആർക്ക് വേണ്ടിയാണ്, എങ്ങനെയാണ് അന്വേഷണം നടക്കുന്നതെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ ഒന്നാകെ ഇതിൻ്റെ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കുന്നതിന് വേണ്ടി BJPക്കും അവരെപ്പോലെ ഇതിൽ നിന്നും രാഷ്ട്രീയമായി നേട്ടമുണ്ടാക്കുന്ന മറ്റുള്ളവർക്കും വേണ്ടി അന്വേഷണത്തെ ഓരോ ഘട്ടത്തിലും ഒരു നാടകമെന്ന പോലെ പുതിയ പുതിയ രംഗങ്ങൾ ഉണ്ടാക്കുകയാണോ എന്നുകൂടി നമുക്ക് സംശയിക്കേണ്ടതുണ്ട്. സലീം, അതായത് ഈ പറഞ്ഞ ഖുഷ്ബു അവിടെ പോകുന്നു, നാരായണൻ നമ്പൂരി അവരെ സ്വാഗതം ചെയ്യുന്നു. നാരായണൻ നമ്പൂരി ഒരു പക്ഷേ ഈ ചർച്ചയുടെ ഏതെങ്കിലും ഘട്ടത്തിൽ പുതിയൊരു ആളെയും കൂടി ഇനി സ്വാഗതം ചെയ്തേക്കാം, അറിയില്ല. കഴിഞ്ഞ ആഴ്ച ചെയ്ത പോലെ എനിക്കറിയില്ല. പിന്നെ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടെന്ന് പറഞ്ഞ പോലെ പിന്നെ ഈ നമ്മുടെ ഷുക്കൂറിന് വെച്ചതാണ് നമ്മുടെ ഖുഷ്ബുവിന് കൊണ്ടത് എന്ന് പറഞ്ഞ പോലെ വരാം. പക്ഷെ അതിനിടയിൽ കേരളത്തെക്കുറിച്ച് ഷംഷീറിൻ്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ ഇന്ന് പറഞ്ഞ പ്രസക്തമായ ചില 3-4 കാര്യങ്ങളുണ്ട്. അദ്ദേഹം ഒരുപക്ഷെ ഈ പറഞ്ഞ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ മൊഴിയെ അധികരിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. അതിൽ പ്രസക്തമായിട്ട് 2-3 വാചകങ്ങൾ പറഞ്ഞു. അതായത് ഒരു രാഷ്ട്രീയ പാർട്ടിയും സ്വീകരിക്കാൻ ധൈര്യപ്പെടാത്ത രീതിയിൽ കേരളത്തിൽ UDFും BJPയും സംയുക്തമായി സ്വീകരിക്കുകയാണ്. BJPയുടെയും UDFിൻ്റെയും കേസിലെ പ്രതിയുടെ മൊഴി ഇവരുടെ വേദവാക്യമായി മാറുന്നു. BJPയുടെയും UDFിൻ്റെയും കേന്ദ്ര നേതൃത്വവുമായി കള്ളക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷ് മാറി. ഇപ്പോൾ നടക്കുന്നത് വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാതിരിക്കാനുള്ള ആസൂത്രണ നീക്കം. ഇപ്പം ഡൽഹി ഇപ്പോൾ താൻ പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഖുഷ്ബുവിൻ്റെ മോളിൽ ഈ പറഞ്ഞ മങ്കിയാണോ ഡോങ്കിയാണോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില തർക്കങ്ങൾ ഉണ്ടായെങ്കിൽ പോലും താങ്കൾ വളരെ റിസ്ട്രെയിൻറ്റ്, വളരെ സംയമനം പാലിച്ചുകൊണ്ട് നമ്പൂതിരിയുമായിട്ട് കോർക്കാതെ അതിൽ നിന്ന് മാറിയെങ്കിൽ പോലും CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി എന്ന് പറഞ്ഞു വെച്ചതാണ്. അതുപോലെ പ്രമോദ് പുഴങ്കര പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് കസ്റ്റംസിൻ്റെ മൊഴിയുടെ 1-2 പേജ് ചോർന്നപ്പോൾ ഇവിടെ പത്രങ്ങളിൽ വന്ന വാർത്ത എന്തായിരുന്നു? ഈ ചോർച്ച എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി അന്വേഷണ ഏജൻസികൾ ഒരു പുതിയ സംഘത്തിന് രൂപം നൽകുന്നു. ഗൗരവമായ അന്വേഷണത്തിലേക്ക് പോകുന്നു. എങ്ങനെ ഇവിടെ ചോർന്നു, ആര് ചോർത്തി, ആരുടെ മൊബൈലിൽ നിന്ന് പോയി, വാട്സപ്പിൽ നിന്ന് പോയി, ഇന്നയാളിടത്ത് നിന്ന് പോയി. ഇവിടെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ മൊഴി ചോർന്നു, ജന്മഭൂമി പത്രത്തിൽ ഇത് മുഴുവൻ അടിച്ചു വന്നു. ആർക്കും അതേക്കുറിച്ച് പരാതിയില്ല. ഒരു ഉദ്യോഗസ്ഥനും അച്ചടക്ക നടപടിയില്ല. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിലെ ആരാണ് ചോർത്തിയെന്നറിയില്ല. എന്താണ് സലിമേ ഇങ്ങനത്തെ ഒരു എന്താ പറയണ്ടേ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് നമുക്ക് അവലംബിക്കാൻ പാടുണ്ടോ? മൊഴിയുടെ സബ്സ്റ്റാൻറ്റീവ് പാർട്ടിലേക്ക് നമ്മൾ പോകണ്ട. ഞാൻ ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ ഈ പറഞ്ഞ മൊഴി ചോർന്നത് സംബന്ധിച്ചുള്ള മുൻമൊഴി ചോർന്നതും ഇപ്പോഴത്തെ മൊഴി ചോർന്നതും സംബന്ധിച്ചുണ്ടായിട്ടുള്ള ഒരു താരതമ്യമാണ് ഞാൻ പറഞ്ഞത്. സലീം അല്ല ബ്രിട്ടാസേ ഇല്ലേ, നമുക്കിത് ഒന്ന് ബ്രിട്ടാസ് തന്നെ ഇപ്പൊ ഈ ചർച്ച ഈ പിന്നെ വളരെ ഒരു എന്താ പറയാ ഒരു ഡ്യുവൽ സ്റ്റാൻഡ് എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ഒരു ബഹുമുഖ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഞാൻ ഒരു കാര്യം ചോദിക്കുന്നത്, ഇവിടെ പ്രമോദ് ആദ്യം ചോദിച്ചത് ഇതിന്റെ ഒരു വാർത്താ മൂല്യം എന്താണെന്നുള്ളതാണ്. ഇതിന്റെ വാർത്താ മൂല്യം തന്നെയാണ് പിന്നീട് പ്രമോദ് പറഞ്ഞതും ബ്രിട്ടാസ് അതിമനോഹരമായി ഇത് എക്സ്പ്ലെയിൻ ചെയ്യുകയും ചെയ്തത്. ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, UAE കോൺസുലേറ്റ് ജനറൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കണ്ടു എന്നുള്ളത് ഒരു വാർത്തയെ അല്ലു എന്ന് ഞാൻ സമ്മതിക്കാം. അതൊരു കേട്ടസി വിസിറ്റ് ആയിരുന്നുവെങ്കിൽ. പക്ഷേ ഇത് അവിടെ അല്ലല്ലോ. നമുക്കറിയില്ലേ, സ്വപ്ന സുരേഷ് പറഞ്ഞിരിക്കുന്നത് ഞാൻ ആദ്യമായി ശിവശങ്കരനെ കണ്ടുമുട്ടുന്നത് 2017 ജൂണിൽ ക്ലിഫ് ഹൗസിൽ നിന്നായിരുന്നു. സ്വപ്ന സുരേഷും ശിവശങ്കറും ആദ്യമായി കണ്ടുമുട്ടുന്നതും അവരുടെ ബന്ധം വളരുന്നതും അതിന് പുതിയ മാനങ്ങൾ കൈവരിക്കുന്നതും ഒക്കെ നമ്മുടെ ഒരു വാർത്താ വിശകലനത്തിന് വിധേയമാകേണ്ട ഒന്നല്ല. അവിടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇത് ബ്രിട്ടാസ് വളരെ നിഷ്കളങ്കമായി ഇങ്ങനെ കോൺസുലേറ്റ് വന്നു, കണ്ടു, മുഖ്യമന്ത്രിയെ കണ്ട് തിരിച്ചുപോയി എന്ന് പറയുമ്പോൾ വളരെ ലളിതമായി വളരെ സാമാന്യവൽക്കരിച്ച് ഒരു എന്താ പറയുക വേറെ ഒരു സന്ദർശനം എന്താണ് തെറ്റെന്നൊക്കെ ചോദിക്കുമ്പം പ്രേക്ഷകർ മുഴുവൻ വല്ലാതെ തെറ്റിദ്ധരിക്കും. നമ്മുടെ ഒരു 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 മിത്രരാജ്യമായി ദുബായിയുടെ ഒരു കോൺസുലേറ്റ് മുഖ്യമന്ത്രി പിണറായി വിജയനെയോ കാണുന്നതിൽ എന്താ തെറ്റെന്ന് ചോദിക്കും. അതാണ് ഇവിടെ ബ്രിട്ടാസ് വളരെ ക്ലവറായിട്ട് ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിച്ചൊരു പോയിന്റ്. പക്ഷേ
അവിടെ കാണാതെ പോയ ഒരു ചെറിയ പ്രശ്നമുണ്ടല്ലോ. മുഖ്യമന്ത്രി പറഞ്ഞത് കോണ്ടാക്ട് പോയിന്റ് ശിവശങ്കർ ആണെന്നുള്ളതാണ്. അതും ഇപ്പം പ്രമോദ് അതും ജസ്റ്റിഫൈ ചെയ്തു. അതും നമുക്ക് സമ്മതിക്കാം. പക്ഷേ അത് അവിടെ അവസാനിച്ചു. ഇതാണ് ചോദ്യം. ഓക്കെ, സലീം വ്യക്തമായി. സലീം പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പൊ സലീം എന്റെ മുകളിൽ ഉന്നയിച്ച ആരോപണം ഞാൻ നിഷ്കളങ്കമായിട്ട് സലീം അതല്ലേ പറഞ്ഞേ, ഞാൻ നിഷ്കളങ്കമായിട്ട് എന്തോ കാര്യം അവതരിപ്പിച്ചിട്ട് ജനങ്ങളെ വഴിതെറ്റിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നാണ്. ഞാൻ സത്യസന്ധമായി സലീമിനോട് പറയട്ടെ. സലീമെ, എൻ്റെ ഒരു 30-32 വർഷക്കാലത്തെ മാധ്യമ പ്രവർത്തനത്തിൻ്റെ പശ്ചാത്തലം വെച്ച് തന്നെ ഞാൻ അല്പമെങ്കിലും ഹോംവർക്ക് ചെയ്യാതെ ഞാൻ വന്ന് അസംബന്ധം ഞാൻ പറയില്ല. ഞാൻ അങ്ങനെ പറഞ്ഞില്ല. അല്ല, അങ്ങനെ ഞാൻ പറഞ്ഞില്ല. പക്ഷേ ഞാൻ പറയാത്തവരും പറയരുത്. സലീം എന്നെ ഞാനെന്തോ സമർത്ഥമായി പുകമറ സൃഷ്ടിക്കാൻ ശ്രമിച്ചു എന്ന് സലീം ആരോപിച്ചുകൊണ്ടാണ്. അത് ശരിയാണ്. ഓക്കെ, ഞാൻ ഒറ്റ കാര്യമുള്ളൂ, ഞാൻ തിരിച്ചു പറയാം. ഒരുപക്ഷെ സലീമിന്റെ സഹപ്രവർത്തകർ സൃഷ്ടിക്കാൻ ശ്രമിച്ച ചില പുകമറ മാറ്റാൻ വേണ്ടി ഞാൻ ശ്രമിച്ചു എന്നായിരിക്കും ഞാൻ പറയാം. ഞാൻ ഒരു ഉദാഹരണം പറയാം. അതായത് അമേരിക്കൻ അംബാസഡർ ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ ടേമിൽ അമേരിക്കൻ അംബാസഡർ ഒരു 12ഓളം തവണ പ്രധാനമന്ത്രിയെ കണ്ടിട്ടുണ്ട്. ഇത് ഞാൻ ശേഖരിച്ച വിവരമാണ്. ഇതിൽ തെറ്റുണ്ടെങ്കിൽ ഞാൻ തിരുത്താൻ തയ്യാറാണ്. അമേരിക്കൻ അംബാസഡറോട് ഡോക്ടർ മൻമോഹൻ സിംഗ് പറഞ്ഞത് പ്രിൻസിപ്പൽ സെക്രട്ടറിയെയും അതുപോലെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറെയും കാണണം എന്നുള്ളതാണ്. നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറെയും പ്രിൻസിപ്പൽ സെക്രട്ടറിയെയും അവർ ഒരു 2 ഡസനിലേറെ തവണ അമേരിക്കൻ അംബാസഡർ കണ്ടിട്ടുണ്ട്. മാത്രമല്ല ഫ്രീക്വൻ്റായി കണ്ടു. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിനകത്തൊരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. അത് ഞാൻ പിന്നീട് വിശദീകരിക്കാം. ഇവിടെ സാധാരണഗതിയിൽ സലീമാണ് മുഖ്യമന്ത്രിയെങ്കിൽ പോലും, അല്ലെങ്കിൽ നാരായണ നമ്പൂതിരിയാണ് മുഖ്യമന്ത്രിയെ പോലും, അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഒരാൾ വരുന്നു, കോൺസുലേറ്റ് ജനറൽ വരുന്നു. അത് ഏത് കേർട്ടസി മീറ്റിംഗാണ്. എന്തെങ്കിലും ദുരൂഹത ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഓൾ ഇന്ത്യ സർവീസിലെ ഒരു IAS ഉദ്യോഗസ്ഥനെ അദ്ദേഹം കൂടെ ഇരുത്തുമോ? രണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏത് ഒരു സാധാരണ വ്യവസായി പോലും ഒരു മന്ത്രിയോ മുഖ്യമന്ത്രിയെ കാണാൻ വരുമ്പോൾ ഒന്ന് പറയും, രണ്ടാമത്തെ അല്ല ഇനി നിങ്ങൾ ഇവിടെ എന്തെങ്കിലും കാര്യങ്ങളോട് ഇവിടെ ബന്ധപ്പെട്ടാൽ മതി എന്നല്ലേ പറയാ സലീമിൻ്റെ നേതാക്കന്മാരല്ലേ പറയാ. സലീമിൻ്റെ അടുത്തൊരു പ്രശ്നമായിട്ട് വന്നാൽ തന്നെ സലീം അതല്ലേ പറയാ. മുഖ്യമന്ത്രിയുടെ മകളെയോ മകനെയോ ബന്ധപ്പെട്ടാൽ മതി എന്ന് കോൺസുലേറ്റ് ജനറലോട് പറഞ്ഞോ? ബന്ധപ്പെടാൻ പറഞ്ഞ ആരാണ്? ഓൾ ഇന്ത്യ സർവീസ് IASകാരനായിട്ടുള്ള തൻ്റെ സെക്രട്ടറിയെ ഇനി ബന്ധപ്പെട്ടാൽ മതി എന്നാ പറയുക. എല്ലാവരും അങ്ങനെയാ പറയുക. ഈ മൊഴിയിൽ ഈ പറഞ്ഞ ഈ മൊഴികളിൽ എന്തോ വലിയ ദുരൂഹത ഉണ്ട് എന്ന് എങ്ങനെ വ്യാഖ്യാനിപ്പിക്കുമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഞാനിത് ഒരു 3 അതായത് IFSലുള്ള റിട്ടയർ ചെയ്തു ഇപ്പോൾ സെർവിംഗ് ആയിട്ടുള്ള ആൾക്കാരോട് ഞാൻ ചർച്ച ചെയ്തു. ഡൽഹിയിൽ എൻ്റെ പരിചയം വെച്ചിട്ട് നിരവധി ആൾക്കാരോട് ചർച്ച ചെയ്തു. ഇതെന്തതിനകത്തിരിക്കുന്നത് ചോദിക്കുന്നത്. ആര് വന്നാലും അവരല്ലേ പറയുക നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യമുണ്ടോ, ഇനി ഇദ്ദേഹത്തിനെ ബന്ധപ്പെട്ടാൽ മതി. ബന്ധപ്പെട്ടത് എൻ്റെ ഏതെങ്കിലും ബന്ധക്കാരെ ബന്ധപ്പെടാനല്ലോ പറഞ്ഞത്. IASകാരനായ ഒരു സെക്രട്ടറിയെ ബന്ധപ്പെടാനല്ലേ പറഞ്ഞത്. അങ്ങനെയല്ലേ ഭരണം മുന്നോട്ട് പോകുന്നത്. സലീമെ, എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്. സലീം നല്ല കാര്യം സമചിത്തതയോടെ കാര്യങ്ങൾ കാണുന്ന ആളാണ്. ഞാൻ ഡൽഹിയിലെ കോണ്ടെക്സ്റ്റ് പറഞ്ഞു, ഡൽഹിയിൽ മൻമോഹൻ സിംഗ് എത്ര പേരെ കണ്ടെന്ന് പറഞ്ഞു, ഡൽഹിയിൽ ഈ പറഞ്ഞ മന്ത്രിമാർ എത്ര അംബാസഡേഴ്സിനെ കാണുമെന്ന് പറയും. ഇപ്പം എന്തിനു വേണ്ടി സലീം, ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പം സദേൺ നേവൽ കമാൻഡിൻ്റെ ഒരാൾ വരുമ്പോൾ മുഖ്യമന്ത്രിയെ ബൊക്കെ കൊടുത്ത് സ്വീകരിക്കും. എന്താണ് അവർ തമ്മിലുള്ള ബന്ധം? ഇതൊക്കെ കേർട്ടസിയല്ലേ? അമേരിക്കയുടെ US കോൺസുലേറ്റ് ജനറൽ എത്രയോ മുഖ്യമന്ത്രിമാരോടെ കാണാൻ വന്നിട്ടുണ്ട്. കാണുമ്പോൾ അവരെന്താ പറയുക, എന്തെങ്കിലും ആവശ്യമുണ്ട് എന്താ പറയുക, യു കോൺടാക്ട് ദിസ് പേഴ്സൺ, പ്ലീസ് ബി ഇൻ ടച്ച് വിത്ത് ദിസ് പേഴ്സൺ എന്നല്ലേ പറയുക. എന്താണ് എനിക്ക് ഒരിക്കലും മനസ്സിലാകാത്തൊരു കാര്യമാണ്. ഞാൻ ഇത്രയും പറഞ്ഞതിൽ തന്നെ എനിക്ക് എൻ്റെ കാരണം വേറൊന്നും കൊണ്ടല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ, നമ്മുടെ മാധ്യമങ്ങളും നമ്മുടെ ഈ അപസർപ്പക കഥകളിലേക്കാണോ നമ്മൾ പോകുന്നത്. എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യമാണ്. ഞാൻ ഒരു 10-22 വർഷം 23 വർഷം ഡൽഹിയിൽ മാധ്യമപ്രവർത്തനം നടത്തിയതിൻ്റെ പശ്ചാത്തലത്തിലാണ്. ഇത് ഡൽഹിയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സംസ്ഥാനത്തോ ആണെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ടോ? എന്താണ് ഈ പറഞ്ഞ 15 പേജ് വരുന്ന മൊഴിയിലെ 17ാമത്തെ ചോദ്യമാണ്. 17ാമത്തെ ചോദ്യത്തിൻ്റെ മറുപടിയാണ്. സ്വപ്ന സുരേഷിനെ മുഖ്യമന്ത്രി തൻ്റെ ഏതെങ്കിലും ബന്ധുവിനാണ് പരിചയപ്പെടുത്തി കൊടുത്തത്? ഒരു IAS ഉദ്യോഗസ്ഥനല്ലേ പരിചയപ്പെടുത്തി കൊടുത്തത്? എന്തുകൊണ്ടാണ് പരിചയപ്പെടുത്തി കൊടുത്തത്? സ്വപ്ന സുരേഷിനെ അല്ല പരിചയപ്പെടുത്തി കൊടുത്തത്.
US കോൺസൽ ജനറലെയാണ് പരിചയപ്പെടുത്തി കൊടുത്തത്. സോറി, UAE. എന്തിനാണ്? നിങ്ങൾക്കിനി എന്തെങ്കിലും ബന്ധപ്പെടാനുണ്ട്, എന്നെ ബന്ധപ്പെടണ്ട. എന്താണ് അപാകത? നമ്പൂതിരി രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ പ്രതിനിധിയാണ് താങ്കൾ. രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ ഡൽഹിയിൽ നടക്കുന്ന എന്താണെന്ന് താങ്കൾ കുറച്ചെങ്കിലും അറിയാം. എവിടെയാണ് ഇതിനകത്ത് അപാകത? പറയൂ നമ്പൂതിരി. ബ്രിട്ടാസെ, ഞാൻ അതിന് മറുപടി പറയുന്നതിന് മുമ്പ് താങ്കൾ ജന്മഭൂമിക്കെതിരെ ഒരു വലിയ ആരോപണം. അയ്യോ, ഒന്നും പറഞ്ഞില്ല. പ്ലീസ് പ്ലീസ് പ്ലീസ്. ഞാൻ ജന്മഭൂമിയെ അഭിനന്ദിക്കുകയാണ് ചെയ്തത്. ഞാൻ ജന്മഭൂമി എക്സ്ക്ലൂസീവായിട്ടുള്ള വാർത്ത നൽകിയതിനെ അഭിനന്ദിക്കുകയാണ് ചെയ്തത്. താങ്കൾ ബ്രിട്ടാസിനോട് ഞാൻ എന്നും പറയാറുണ്ട്, ബ്രിട്ടാസിന്റെ അഭിനന്ദനങ്ങളിലും ബ്രിട്ടാസിന്റെ ചിരികളിലും എല്ലാം ഉണ്ട്. അപ്പോ എന്നത്തെ പത്രത്തിലാണ് ബ്രിട്ടാസ് ആ വാർത്ത വന്നേ? അല്ല, ഒന്ന് ക്ലാരിഫൈ ചെയ്തു പോണം. അതാണോ ED ഞങ്ങളുടെ ഒരു പരിവാറാണെന്ന് ഷംസീർ പറഞ്ഞല്ലോ. ഏത് ദിവസത്തെ പത്രത്തിലാണ് ആ വാർത്ത വന്നത്? ഇന്നലത്തെ പത്രത്തിലായിരിക്കണം. ഇന്നലത്തെ പത്രത്തിലായിരിക്കണം. ഇന്നലെ ആയിരിക്കണം. 8-ാം തീയതി. അതെ, 8-ാം തീയതി. 2 ദിവസം മുമ്പായിരിക്കണം. 8 അല്ലെങ്കിൽ 9 ആയിരിക്കണം. 8 അല്ലെങ്കിൽ 9. അതായത് ഒറ്റക്കാര്യം ഞാൻ പറയാം. ജന്മഭൂമി അത് കൊടുത്ത ശേഷമാണ് കേരളത്തിലെ ചാനലുകളും പത്രങ്ങളും അത് കൊടുത്തത്. അത്ര എനിക്കറിയാം. അത് മാത്രമല്ല, ജന്മഭൂമി ഇന്നത്തെ പത്രത്തിൽ ഫ്രണ്ട് പേജിൽ അവകാശപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾ പുറത്തുവിട്ട. ഞാൻ ജന്മഭൂമിയുടെ അവകാശവാദത്തെ കുറിച്ചല്ല. അപ്പൊ താങ്കൾ ജന്മഭൂമി 7-ാം തീയതിയാണ്. അല്ലല്ല, ഞാൻ ജന്മഭൂമിയെ തള്ളി പറയല്ലേ. 7-ാം തീയതിയാണ് ഞാൻ ജന്മഭൂമിക്ക് EDയിൽ നിന്ന് ചോർത്തിക്കൊടുത്തു എന്നുള്ള ഒരു അർത്ഥത്തിലുള്ള ഒരു വാദമുണ്ടല്ലോ. അതാണ് ഞാൻ 7-ാം തീയതിയാണ് കോടതി മുമ്പാകെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രാഥമിക കുറ്റപത്രവും അതിനോടൊപ്പം സ്വപ്നയുടെ സ്റ്റേറ്റ്മെന്റും ഹാജരാക്കുന്നത്. ആ സ്റ്റേറ്റ്മെന്റിലെയും പ്രാഥമിക കുറ്റപത്രവും ഒരുമിച്ചാണ് ഹാജരാക്കുന്നത്. ആ കുറ്റപത്രം മാത്രം എല്ലാവരും എടുത്തു. ഒരേ ദിവസം കോടതിയിൽ ഹാജരാക്കിയ പബ്ലിക് ഡോക്യുമെന്റ് ആണ്. ആ പബ്ലിക് ഡോക്യുമെന്റ് വെച്ചാണ്, ആ പബ്ലിക് ഡോക്യുമെന്റിന്റെ അടിസ്ഥാനത്തിലാണ് ജന്മഭൂമിയിൽ വാർത്ത വരുന്നത്. ആ പബ്ലിക് ഡോക്യുമെന്റ് ആണ് ചോർത്തിക്കൊടുത്തു എന്ന് ഇപ്പോൾ ഷംസീർ പറഞ്ഞത്. ഞാൻ അതിനെക്കുറിച്ചാണ്, അതാണ് ഇത് കോടതി മുമ്പാകെ എനിക്ക് നമ്പൂരോട് ചോദ്യമുണ്ട്. ദയവ് ചെയ്ത് നിങ്ങൾ ഒരു പക്ഷേ മിസ്റെപ്രസെന്റ് ചെയ്യരുത്. അത് പ്രമോദ് പുഴങ്കരയ്ക്കാണത് പറയാൻ കുറച്ചുകൂടി പറയാം. ഞാൻ നമ്പൂതിരിയോട് ചോദിച്ചോട്ടെ, തൻ്റെ മൊഴി തനിക്ക് തരണമെന്നുള്ള സ്വപ്നയുടെ അഭ്യർത്ഥന ഇപ്പോഴും കോടതിയുടെ പരിഗണനയിലാണ്. തൻ്റെ മൊഴി അത് കൊടുക്കാൻ പറ്റില്ലെന്ന് അന്വേഷണ ഏജൻസികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രമോദ് നമ്പൂതിരി പറഞ്ഞതിനോട് താങ്കൾ പ്രതികരിക്കും. അല്ല, ശ്രീ നമ്പൂതിരി പറഞ്ഞത് ശരിയല്ല. ഈ മൊഴി ഇപ്പോൾ ബ്രിട്ടാസ് പറഞ്ഞതാണ്, സ്വപ്ന സുരേഷിന് ആ മൊഴി കൊടുക്കണോ എന്നുള്ളത് വാദം നടക്കുകയാണ്. 2, ഇനി ജന്മഭൂമി പ്രസിദ്ധീകരിച്ച വാർത്ത, ഇത് ചർച്ചയായതിനു ശേഷം ജന്മഭൂമി പ്രസിദ്ധീകരിച്ച വാർത്ത ഞാൻ വായിക്കാം. സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷിക്കുന്ന എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് മുഖ്യപ്രതി സ്വപ്ന സുരേഷ് നൽകിയ മൊഴി, ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, കോട്ട് ആൻഡ് കോട്ട്, ജന്മഭൂമി പുറത്തുവിട്ടതോടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് നുണകളെന്ന് തെളിയുന്നു. അതെ, ഇതാണ് ജന്മഭൂമി. എന്നു മുതലാണ് നമ്പൂതിരിക്ക് ജന്മഭൂമി വേണ്ടാത്തതായത്? എന്നു മുതലാണ് നമ്പൂതിരിക്ക് ജന്മഭൂമിയോട് ഇത്രമാത്രം എതിർപ്പ് വന്നു തുടങ്ങിയത്? ബ്രിട്ടാസെ, ഇതാണ് മാധ്യമധർമ്മത്തിന് ചെയ്യുന്നതാണ്. ബ്രിട്ടാസ്, താങ്കൾ ഈ ചെയ്യുന്നതാണ് മാധ്യമ. അതായത് കോടതിയിൽ കൊടുത്തിരിക്കുന്ന, കോടതിയിൽ സ്വപ്ന ചോദിച്ചിരിക്കുന്ന EDക്ക് കൊടുത്ത മൊഴിയെക്കുറിച്ചല്ല സ്വപ്ന ചോദിച്ചിരിക്കുന്നത്. സ്വപ്ന ചോദിച്ചിരിക്കുന്നത് കസ്റ്റംസിന്റെ മൊഴി അടക്കമുള്ള സ്വപ്ന പലവട്ടം കൊടുത്ത്, ഇത് കോടതിയിൽ കുറ്റപത്രത്തിനോടൊപ്പം സമർപ്പിച്ച മൊഴിയാണ്. ഇത് സ്വപ്നയ്ക്ക് കിട്ടാൻ ഒരു തടസ്സവുമില്ല. മറ്റു മാധ്യമങ്ങൾക്ക് കിട്ടിയതുപോലെ, ബ്രിട്ടാസിന് കിട്ടിയതുപോലെ തന്നെ ജന്മഭൂമിക്കും കിട്ടി. ഒരു സെക്കൻഡ് നമ്പൂരി, ഒറ്റ കാര്യം, പിന്നെ എന്തിനാണ് ജന്മഭൂമി ഞങ്ങൾ പുറത്തു വിട്ടാന്ന് പറഞ്ഞത്? ജന്മഭൂമിയുടെ എക്സ്ക്ലൂസീവ് ആയിരുന്നല്ലോ അത്. ജന്മഭൂമിയുടെ എക്സ്ക്ലൂസീവ് അല്ലേ? അല്ല, ജന്മഭൂമിയിൽ കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തതിന് ജന്മഭൂമിയിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു സെക്കൻഡ്, ഞാൻ ഒറ്റ കാര്യം ശ്രീ നമ്പൂതിരി എടുത്ത് പറയാം. അതായത് ഈ കേസിൽ
ഞാൻ മനസ്സിലാക്കുന്ന ഒരു അന്വേഷണ ഏജൻസി പോലും അവർ റെക്കോർഡ് ചെയ്ത സ്റ്റേറ്റ്മെൻറ്റ് അത് വാദിയുടെ ആണെങ്കിലും വേണ്ടില്ല, അത് സാക്ഷിയുടെ ആണെങ്കിലും വേണ്ടില്ല, കുറ്റാരോപിതൻ്റെ ആണെങ്കിലും വേണ്ടില്ല, ഒരാളുടെ മൊഴിപ്പകർപ്പ് പോലും അവർക്ക് കൊടുക്കാൻ അവർ തയ്യാറായിട്ടില്ല ഒരു അന്വേഷണ ഏജൻസി ഇതുവരെ. അതായത് ഇവിടെ ഉദാഹരണം പറഞ്ഞ യൂണിടെക്കിൻ്റെ ഉടമ സന്തോഷ് ഈപ്പൻ്റെ അവരുടെ റെക്കോർഡ് അവർ ചോദിച്ചു, അവർക്ക് കൊടുത്തിട്ടില്ല, ഒരാൾക്ക് കൊടുത്തിട്ടില്ല, ഒരു അന്വേഷണ ഏജൻസി കൊടുത്തിട്ടില്ല. ഇപ്പം കസ്റ്റംസിന് കൊടുത്ത അതേ മൊഴിയുടെ പകർപ്പ് തന്നെയാണിത്. എന്താ വെച്ചാൽ സ്വപ്നയ്ക്ക് പറയാനുള്ള കഥ ഒന്ന് തന്നെയാണ് നമ്പൂതിരി. സ്വപ്ന കസ്റ്റംസിന് പറഞ്ഞു തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു വ്യത്യാസം വേണമെങ്കിൽ 2%, 3% ഉണ്ടാവും. സ്വപ്നയുടെ ജാതകം മുഴുവൻ ഞാൻ പറഞ്ഞുതരാം. ഉദാഹരണം പറഞ്ഞാൽ ഇതിനകത്തുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ഈ പറഞ്ഞ സ്പേസ് പാർക്കിൽ ജോലി ചെയ്തതിനെക്കുറിച്ച് എല്ലാവരും നോക്കുന്നു. ഞാൻ ഈ പറഞ്ഞ ഈ മൊഴി നോക്കി. ഈ മൊഴി നീക്കുമ്പോൾ 1, 2, 3, 4, 5, 6, 7, 8 എവിടെയൊക്കെയാണ് അവർ സ്വപ്ന ജോലി ചെയ്യുന്നറിയോ? ഇൻ്റർനാഷണൽ എയർപോർട്ട് അബുദാബി, കുവൈറ്റ് എയർവേസ് കൊച്ചി, സൗത്ത് ആഫ്രിക്കൻ എയർവേസ് ദുബായ്, കസ്റ്റമർ സർവീസ് അസോസിയേറ്റ് RR ഡൊണലി ടെക്നോ പാർക്ക്, കിങ് ഫിഷർ, എയർലൈൻ ആൻഡ് ഡെവലപ്മെൻറ്റ് അക്കാഡമി, എയർ ഇന്ത്യ സാറ്റ്സ്, അങ്ങനെ 9ാമത്തെ ജോലിയാണ് സ്വപ്ന. ഇതൊക്കെ ഞാൻ മൊഴിയിൽ നിന്നാണ് മനസ്സിലാക്കുന്നത്. പ്രമോദ്, താങ്കൾക്ക് എന്തോ പറയാൻ കൂട്ടിച്ചേർക്കാനുണ്ട്, പറയൂ. അല്ല, ഈ മൊഴി തന്നെ ഇപ്പോൾ കസ്റ്റംസിന് കൊടുത്ത മൊഴിയാണെങ്കിൽ കസ്റ്റംസ് ആക്ട് പ്രകാരം കോടതി അംഗീകരിക്കുകയാണെങ്കിലേ ഈ മൊഴി തെളിവായിട്ട് സ്വീകരിക്കാൻ പറ്റുള്ളൂ. അതായത് കുറ്റപത്രത്തിനെ ആധാരമാക്കുന്ന തെളിവുകൾ കണ്ടെത്തുന്നതിന് വേണ്ടി പ്രതിയെ ചോദ്യം ചെയ്ത് അത്തരത്തിൽ ഒരു കിട്ടുന്ന മൊഴി, ആ മൊഴി ഒരു തെളിവ് എന്ന പോലെ സ്വീകരിക്കുക എന്നത് അത് കോടതിയാണ് ഇതിൽ എത്രമാത്രം കാര്യങ്ങളുണ്ട്, എത്രമാത്രം തെളിവ് ഇത് ഒരു വാല്യുബിൾ എവിഡൻസ് ആയിട്ട് സ്വീകരിക്കാൻ പറ്റുന്നതാണോ, ഒരു ക്വാളിറ്റി എവിഡൻസ് ആണോ എന്ന് തീരുമാനിക്കേണ്ടത് കോടതിയാണ്. അതുകൊണ്ട് തന്നെ കോടതിയിൽ കൊടുക്കുന്ന മൊഴി ഇപ്പോൾ ജന്മഭൂമി ഇത് പുറത്തുവിട്ടു എന്ന് പറഞ്ഞു. നേരത്തെ പ്രശ്നവും ഇതായിരുന്നു. അനിൽ നമ്പ്യാരുടെ മൊഴി വക്കീലിന് പോലും കൊടുക്കുന്നതിന് മുമ്പ് സെപ്റ്റംബർ ആദ്യമാണെന്ന് തോന്നുന്നു, സെപ്റ്റംബർ 1 ഇത് പുറത്തു വന്നതോടുകൂടി അനിൽ നമ്പ്യാരുടെ ലോയർക്ക് പോലും കിട്ടിയിട്ടില്ല ഈ മൊഴി. പിന്നെ എങ്ങനെ ഇത് പുറത്തു വന്നു എന്നായിരുന്നു പ്രശ്നം. ഇതും ജന്മഭൂമിയും അവകാശപ്പെടുന്നതാണ്. ഞങ്ങൾക്ക് മാത്രം കിട്ടിയ മൊഴി, ജന്മഭൂമി ഞങ്ങൾ പുറത്തുവിട്ടത് ഇപ്പോൾ കേരളം മുഴുവൻ എനിക്കൊരു ബലമായ സംശയമുണ്ട്. എന്താ കാരണം വെച്ചാൽ നമ്പൂതിരി, ഞാൻ പറഞ്ഞ് തെറ്റി വരും, നമ്പൂതിരി ജന്മഭൂമി വായിക്കുന്നില്ല. അത് മാത്രമല്ല, ഈ കൊറോണ കാരണം ജന്മഭൂമിയുടെ വിതരണം അവിടെ തടസ്സപ്പെട്ടു. 6-ാം തീയതി ജന്മഭൂമി ഞാൻ താങ്കൾ 6 പറഞ്ഞു, 5 പറഞ്ഞു, 7 പറഞ്ഞു, 8 പറഞ്ഞു. ശ്രീ നമ്പൂതിരി, ഒക്ടോബർ 11 ഇന്നലെയാണ് ജന്മഭൂമി ഈ വാർത്ത പുറത്തുവിട്ടത്. ആ വാർത്തയുടെ തലക്കെട്ട് ഞാൻ പറയാം. മുഖ്യമന്ത്രിയുടെ വസതിയിൽ സ്വകാര്യ കൂടിക്കാഴ്ചകൾ. ഇന്നലെ ജന്മഭൂമി പുറത്തുവിട്ട വാർത്തയാണിത്. ഇന്നലെ ജന്മഭൂമി പുറത്തുവിട്ട ശേഷമാണ് ചാനലുകളുടെ എയർ ടൈം ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിച്ചത്. എൻ്റെ ജന്മഭൂമിയിലെ സുഹൃത്തുക്കളോട് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. ശ്രീ നമ്പൂതിരിയുടെ വീട്ടിൽ കൃത്യമായിട്ട് ജന്മഭൂമി എത്തിക്കണം. അതിൽ തടസ്സം വരുന്നതുകൊണ്ടാണ് ജന്മഭൂമിക്ക് ഞാൻ ജന്മഭൂമി വായിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളോട് ഞാൻ വളരെ സ്പെസിഫിക് ആയി ചോദിച്ചു. ഏത് ദിവസത്തെ ഏത് ദിവസം വന്ന വാർത്തയാണ്? 7-ാം തീയതി ചോദ്യം. അതാ 7-ാം തീയതി ഞാൻ വായിച്ചിട്ടുണ്ടോ ഇല്ലയോ? ഒരു സെക്കൻഡ്. 15-ാം തീയതി നമ്പൂതിരി ഈ വാർത്ത എന്റെ ചോദ്യം 7-ാം തീയതിയോ 6-ാം തീയതിയോ ഈ വാർത്ത വന്നെങ്കിൽ നിങ്ങൾ പറഞ്ഞത് ചോർത്തി കൊടുത്തു. ഞാൻ നിങ്ങൾ ചോർത്തി കൊടുത്തു എന്നുള്ള വാക്കിലാണ് നിൽക്കുന്നത്. അല്ലാതെ ഞാൻ ജന്മഭൂമി പത്രത്തിന്റെ ഡേറ്റ് ഏതാന്നുള്ളതല്ല. 7-ാം തീയതിക്ക് ശേഷം ഏത് ദിവസമാണെങ്കിലും കോടതിയിൽ കൊടുത്ത റെക്കോർഡിന്റെ അടിസ്ഥാനത്തിൽ, കോടതിയിൽ കൊടുത്ത സ്റ്റേറ്റ്മെന്റിന്റെ അടിസ്ഥാനത്തിലാണ്. എനിക്ക് താങ്കളോട് ഒരു ചോദ്യമുള്ളൂ. അതായത് ഞാനതാണ് പറയുന്നത്. എനിക്ക് താങ്കളോട് ചോദ്യമുണ്ട്. ഒരു സെക്കൻഡ്. താങ്കളോട് എനിക്കൊരു ചോദ്യമുണ്ട്. ഒറ്റ സെക്കൻഡ്. അതായത് താങ്കളുടെ വാദം ഞാൻ ഒരു തർക്കത്തിന് വേണ്ടിയിട്ട് ഞാൻ അംഗീകരിക്കാം. പക്ഷെ ഒറ്റ ചോദ്യമുണ്ട്. അതായത് ഒക്ടോബർ 11
ജന്മഭൂമി ഈ വാർത്ത പുറത്തുവിട്ട ശേഷമാണ് കേരളത്തിലെ മറ്റ് മാധ്യമങ്ങൾ ഈ വാർത്ത ഏറ്റുപിടിച്ചത്. അതിൻ്റെ ക്രെഡിറ്റ് ജന്മഭൂമിക്ക് കൊടുക്കണമെന്നാണ് പറഞ്ഞത്. ഷംഷീറാണ് ജന്മഭൂമിയെയും മറ്റേ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറെയും ബന്ധപ്പെടുത്തിയത്. ഞാൻ ജന്മഭൂമിയുടെ മാധ്യമപ്രവർത്തനത്തെ, ജന്മഭൂമി ആ വാർത്ത കൊടുത്തത് ഒരു മാധ്യമപ്രവർത്തനം എന്ന നിലയിൽ ഞാൻ ശ്ലാഘിക്കുകയാണ് ചെയ്തത്, അവരെ അഭിനന്ദിക്കുകയാണ് ചെയ്തത്. എനിക്ക് ഒറ്റ ചോദ്യം താങ്കളോടുണ്ട്. അതായത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെയും NIA-യുടെയും കസ്റ്റംസിൻ്റെയും CBI-യുടെയും ഇവരുടെ മൊഴികളെല്ലാം, ഇവരെടുത്തിട്ടുള്ള പ്രതികളുടെ മൊഴികളെല്ലാം പുറത്ത് വിടാവോ? വിടുന്നതിന് തടസ്സമില്ലേ? പറ, താങ്കൾ പറ, അതിന് ഉത്തരം പറ. കോടതിയിൽ കൊടുത്ത കുറ്റപത്രം, ആ കുറ്റപത്രത്തിനോടൊപ്പം സമർപ്പിച്ച സ്റ്റേറ്റ്മെന്റ്, ആ സ്റ്റേറ്റ്മെന്റ് ആണ് കുറ്റപത്രവും സ്റ്റേറ്റ്മെന്റും ഒരുമിച്ച് പുറത്ത് കോപ്പി കിട്ടിയത്. അപ്പൊ എന്തുകൊണ്ടാണ് ജന്മഭൂമി 5-ാം തീയതി 6-ാം തീയതി സമർപ്പിച്ച കുറ്റപത്രത്തിന്റെ ഇത് മൊഴി ഇത് സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ വേണ്ടി 14-ാം തീയതി വരെ കാത്തുനിന്ന്? കോടതിയിൽ നിന്ന് കിട്ടാനുള്ള താമസം വരണ്ടേ? 7-ാം തീയതി അല്ലേ കൊടുക്കുന്നത്? അല്ലല്ല, ആ കുറ്റപത്രത്തിന്റെ കോടതിയിൽ സബ്മിറ്റ് ചെയ്തത്. അതിന്റെ കൂടെ വെച്ച് ആ കുറ്റപത്രത്തിന്റെ ഡേറ്റ് നോക്കൂ. ആ കുറ്റപത്രം ഞങ്ങൾക്ക് കിട്ടിയിരുന്നല്ലോ. ആ കുറ്റപത്രത്തിന്റെ മുകളിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നല്ലോ ഇവിടെ. അത് നിങ്ങൾ എടുക്കാത്ത നിങ്ങളുടെ കുഴപ്പം. നമ്മൾ ചർച്ച ചെയ്തല്ലോ. കോപ്പി ചോദിക്കാത്ത നിങ്ങളുടെ കുറ്റം. താങ്കൾ ചോദിക്കാത്ത താങ്കളുടെ കുഴപ്പം. ഞാൻ ഒറ്റ കാര്യം താങ്കളോട് പറഞ്ഞുള്ളൂ. അതായത് ജന്മഭൂമിയാണ് ഈ വാർത്ത പുറത്തുവിട്ടത്. ജന്മഭൂമി പുറത്തുവിട്ടു, ജന്മഭൂമി ഇവനെ അവകാശപ്പെട്ടു. ജന്മഭൂമി ഇന്നലെ പുറത്തുവിട്ട ശേഷമാണ്. ജന്മഭൂമി പുറത്തുവിട്ടു എന്നല്ല, ജന്മഭൂമിക്ക് വാർത്ത ചോർത്തി കൊടുത്തു എന്നാണ് നിങ്ങൾ പറയുന്നത്. ഒരു സെക്കൻഡ് നിങ്ങൾ രണ്ടും കൂടി കുഴക്കുകയാണ്. അതായത് എൻഫോഴ്സ്മെന്റ് എന്റെ വാക്കുകൾ കൃത്യമായിട്ട് താങ്കൾക്ക് പറയാം. ഞാൻ പറഞ്ഞെന്താണ്, ജന്മഭൂമിയുടെ മാധ്യമ പ്രവർത്തനത്തിന് ഞാൻ അഭിനന്ദിക്കുകയാണ് ചെയ്തത്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും ജന്മഭൂമിയും കൂടെ ബായി കളിച്ചു എന്ന് പറയുന്നത് ഷംഷീറാണ്. ഞാൻ അതിനകത്ത് ഫോക്കസ് ഒറ്റ കാര്യത്തേ ഉള്ളൂ. അതായത് ഈ പറഞ്ഞ ഇതിൻ്റെ 5-ാം പേജിലെ 2-ാം ഖണ്ഡികയിൽ 17-ാമത്തെ ചോദ്യത്തിൻ്റെ മറുപടിയായിട്ട് സ്വപ്ന സുരേഷിൻ്റെതായിട്ട് റെക്കോർഡ്, അവർ എന്താ പറയണ്ടേ, പിന്നെ പ്രതിയാണ്. അവർ പറഞ്ഞ കാര്യത്തിൽ തന്നെ ഇത്രത്തോളം വലിയ അമ്പരപ്പും അപസർപ്പ കഥകളും വേണ്ടിയിരുന്നില്ല. ഇത് രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങളാണ് എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. സലിമിന്റെ മുഖ്യമന്ത്രി മാത്രമല്ല സർ, സലിമിന്റെ മുഖ്യമന്ത്രി ഞാൻ തിരിച്ച് 20 പറഞ്ഞു. 20ത്തെ ചോദ്യം എന്താണ്? ഞാൻ പറയാം. 17 മാത്രമല്ല, 17 മാത്രം അങ്ങനെ പറഞ്ഞു പോയാൽ പോരല്ലോ. അതിനുശേഷം ആ സ്പേസ് പാർക്ക് ജോലി കിട്ടിയതിനെ കുറിച്ചൊരു ചോദ്യം ഉണ്ടല്ലോ. അതൊക്കെ കുറ്റപത്രത്തിലുള്ളതാ. അതായത് കൗൺസിൽ ജനറലിന്റെ സെക്രട്ടറി എന്ന നിലയിൽ എന്നെ അറിയാമായിരുന്നാ പറഞ്ഞത്. ഞാൻ ഈ സ്റ്റേറ്റ്മെന്റിന്റെ കാര്യമാണ് പറഞ്ഞത്. അത് തന്നെ ഞാൻ പറയുന്നത്. 20-ാം തീയതി 20-ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഞാൻ പറയണത്. ആ ചോദ്യം എൻ്റെ കയ്യിലുണ്ട്. എനിവേ സലീം, ഒരു സെക്കൻഡ്, എനിക്ക് ഞാൻ നമ്പൂതിരി അത് പഠിക്കുമ്പോഴേക്കും ഞാൻ വരാം. നമ്പൂരിക്ക് എവിടുന്നോ മറ്റേ വാട്സപ്പിൽ കുറെ മെസ്സേജുകൾ വരുന്നുണ്ട്. അതൊക്കെ കൃത്യമായിട്ട് വായിച്ച് നോക്കി വെക്കുക. ഞാൻ വരാം. സലീം, ഒരു സെക്കൻഡ്. ഒരു മന്ത്രി മുഖ്യമന്ത്രി വേറെയാണ്. നിങ്ങൾക്കിനി എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് ബന്ധപ്പെട്ടാൽ മതി. അതാണോ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം? ഭരണകക്ഷിയായിരുന്നൊരു പാർട്ടിയുടെ പ്രതിനിധിയാണ് താങ്കൾ. കേന്ദ്രം ഭരിച്ച പാർട്ടിയാണ്. ഞാൻ ബ്രിട്ടാസ് പറഞ്ഞത് പൂർണ്ണമായി അംഗീകരിക്കുന്നു. ഒരു കാഷ്വലായ കമന്റ് കൊണ്ട് അത് അവിടെ അവസാനിച്ചിരുന്നുവെങ്കിൽ ഞാൻ അങ്ങയോട് പൂർണ്ണമായി യോജിക്കുമായിരുന്നു. പക്ഷെ ഇത് അവിടെ അവസാനിച്ചില്ല എന്ന് മാത്രമല്ല, ആ കോണ്ടാക്ട് പോയിന്റായ ശിവശങ്കരെ 100 മണിക്കൂർ ചോദ്യം ചെയ്യൽ വിധേയമായ ശേഷവും നാളെ വീണ്ടും അന്വേഷണ ഏജൻസി മുമ്പിലേക്ക് വലിച്ചെറിയപ്പെടുകയാണ്. IPL പോലും ഇതൊരു നോ അത് തന്നെയാണ് ഞാൻ പറയും. എത്ര അന്വേഷണ ഏജൻസികളുടെ മുമ്പിൽ മണിക്കൂറുകളോളം അദ്ദേഹം ചോദ്യം ചെയ്യൽ വിധേയമായി നിന്നിട്ടും ബ്രിട്ടാസ് പറഞ്ഞ ഈ ഓൾ ഇന്ത്യ സർവീസിൽ ഉദ്യോഗസ്ഥൻ അദ്ദേഹം ഇതുവരെയും അദ്ദേഹത്തിന് ഒരു നിമിഷം റിലാക്സ് ചെയ്യാൻ കഴിയാത്ത, അദ്ദേഹം അനുഭവിക്കുന്ന മാനസിക സംഘർഷം നമ്മൾ കാണുന്നതാണ്. ബ്രിട്ടാസ് പറഞ്ഞ ഇപ്പോഴും ഞാൻ സമ്മതിക്കുന്നു, ബ്രിട്ടാസ് പാവപ്പെട്ട ദാർശനികനായ മൻമോഹൻ സിംഗിനെ വരെ ഇതിലേക്ക് ട്രാക്ക് ചെയ്തു. മൻമോഹൻ സിംഗ് ഒരു ഉദ്യോഗസ്ഥനെ ഓൺ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ടിൽ ദ ലാസ്റ്റ്, അവസാനം വരെയും മൻമോഹൻ സിംഗ് ഓൺ ചെയ്യും. ഇവിടെ ഇപ്പോൾ ശിവശങ്കറിനെ കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞെന്താ,
ഈ കോണ്ടാക്ട് പോയിന്റ് ആണെന്ന് പറഞ്ഞ ശിവശങ്കരനെ കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞത് ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും, മടിയിൽ കനമില്ലാത്തതുകൊണ്ട് എനിക്ക് ഭയക്കേണ്ട കാര്യമില്ലെന്നുള്ളതാണ്. ഇവിടെ ശിവശങ്കർ ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. ഒരു ഒറ്റ കാര്യം കൂടെ, ഈ കോൺസുലേറ്റ് ജനറലിനെ മുഖ്യമന്ത്രി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത്, കോണ്ടാക്ട് പോയിന്റ് ആയ സമയത്ത്, അന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ശിവശങ്കർ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആണെന്ന് ഞാൻ കരുതുന്നില്ല. അന്ന് അതിൻ്റെ ഒരു കൺസേൺ പേഴ്സൺ ശിവശങ്കരൻ ആയിരുന്നു എന്ന് ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അത് നമുക്ക് ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. അതാണ് ഞാൻ പറഞ്ഞത്. സ്വപ്ന സുരേഷിന്റെ മൊഴി എന്താണ്? ഞങ്ങൾ ആദ്യമായി കണ്ടുമുട്ടിയെന്നാണ്. ഞങ്ങളുടെ ബന്ധം പിന്നീട് ദൃഢമായി വളർന്നത് മുഖ്യമന്ത്രി ഈ കോൺസുലേറ്റ് ജനറലിന് കോണ്ടാക്ട് പോയിന്റ് ശിവശങ്കരനാണെന്ന് പറഞ്ഞതുകൊണ്ട് പിന്നീട് ശിവശങ്കരനും ഞാനും നിരന്തരമായി ബന്ധപ്പെടുകയും ഞങ്ങൾ തമ്മിലുള്ള ബന്ധം വളരുകയും ചെയ്യുന്നു എന്ന് പറയുകയും അവസാനം അത് ദേശവിരുദ്ധതയിലും സ്വർണ്ണക്കടത്തിലും നിൽക്കുമ്പോഴാണ് വളരെ യുക്തിഭദ്രമായിട്ടുള്ള സലീം വളരെ വളരെ ശാന്തനായി വളരെ യുക്തിഭദ്രമായി പറഞ്ഞു. സലീമേ, അതായത് PC അലക്സാണ്ടർ എന്ന് പറഞ്ഞ മഹാപ്രതിഭ ഒരു പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പടിയിറങ്ങിയ ഓർമ്മയുണ്ടോ? ഒരു ചാരക്കേസിൽ ഉണ്ടല്ലോ. അതുകൊണ്ട് തങ്ങളുടെ ഉദ്യോഗസ്ഥന്മാർക്ക് തെറ്റുപറ്റുമ്പോൾ അവരെ കൈയൊഴിയുന്ന പാരമ്പര്യം എവിടെയൊക്കെ ഉണ്ടായിരുന്നുള്ള കാര്യം സലീമിന് അറിയാലോ. ആ PC അലക്സാണ്ടർ പിന്നീട് മഹാരാഷ്ട്ര ഗവർണറായി പോയത് എങ്ങനെയാണെന്ന് അറിയാലോ. ആ PC അലക്സാണ്ടർ പിന്നീട് രാജ്യസഭാംഗമായി വന്നത് എങ്ങനെയാണെന്ന് അറിയാലോ. ആ PC അലക്സാണ്ടർ പിന്നീട് നെഹ്റു കുടുംബത്തിന് ശത്രുവായത് എങ്ങനെയാണെന്ന് അറിയാലോ. ഈ ചരിത്രമൊക്കെ സലിമേ നിങ്ങളെപ്പോലെ അല്പമൊക്കെ എനിക്ക് അറിയാമെന്നുള്ളത് കൊണ്ട് ദയവ് ചെയ്തിട്ട് മൻമോഹൻ സിംഗിനെ പോലുള്ള കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രിമാരൊന്നും ഒരിക്കലും തങ്ങളുടെ ഉദ്യോഗസ്ഥന്മാരെ കൈവിടില്ല എന്ന് പറയുമ്പോൾ മനസ്സിലാക്കണം, കോൺഗ്രസ് അണികൾക്കും കോൺഗ്രസിൻ്റെ ചരിത്രവും കോൺഗ്രസ് പ്രധാനമന്ത്രിമാരുടെ ചെയ്തികളും അറിയാമെന്നുള്ള കാര്യം മറക്കരുത്. ഞാൻ തിരിച്ചു വരാം. ഷംഷീർ, വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് നമ്പൂതിരി നടത്തിയിരിക്കുന്നത്. നമ്പൂതിരിയും സലിമും പറയൂ. 93 ദിവസമായി ഉന്നയിക്കുന്ന ആരോപണത്തിന് അപ്പുറത്ത് പുതുതായി ആരോപണമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇതിനകത്ത് കോണ്ടാക്ട് പോയിന്റ് എന്ന് പറഞ്ഞു. സ്വാഭാവികമായും ഒരു മുഖ്യമന്ത്രി എന്തിനും കാണേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ UAE കോൺസുലേറ്റ് സെക്രട്ടറി എന്നൊക്കെ അദ്ദേഹത്തോട് പറഞ്ഞു ഇന്നയാളെ കണ്ടാൽ മതിയെന്ന് പറഞ്ഞു. അതിനകത്ത് എന്താണ് അസാംഗത്യമുള്ളത്? അതിൽ അസാംഗത്യം എനിക്ക് ബോധ്യമാവുന്നില്ല. ഒരുപക്ഷെ ഈ ചാനൽ കാണുന്ന ആൾക്ക് ബോധ്യപ്പെടില്ല. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ നാട്ടുകാരാണ്, മുഖ്യമന്ത്രിയുടെ നാട്ടുകാരാണ് ഞാനൊക്കെ. ഞങ്ങൾ പല കാര്യങ്ങൾക്കും അദ്ദേഹത്തെ സമീപിക്കാറുണ്ട്. അപ്പോൾ ആവശ്യങ്ങൾക്കനുസരിച്ച് അദ്ദേഹം ഒരാൾ പ്രോഗ്രാമിന് വേണ്ടിയാണ് അദ്ദേഹം പറയും CM രവീന്ദ്രനെ കണ്ടു, അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി. പിന്നെ പ്രൈവറ്റ് സെക്രട്ടറി കണ്ടെങ്കിൽ അതിങ്ങനെ പറയും, പൊളിറ്റിക്കൽ സെക്രട്ടറി കാണാൻ അങ്ങനെ പറയും. അങ്ങനെയാണ് ഞങ്ങൾ പോയി കാണാൻ. എല്ലാം ഏതും പോയി മുഖ്യമന്ത്രിയെ കാണേണ്ട കാര്യമില്ലല്ലോ. അതിനാണല്ലോ ഈ സംവിധാനങ്ങൾ. ഇവിടെ ഇതിനകത്ത് എന്തെങ്കിലും അസാംഗത്യമുണ്ട് എനിക്കിപ്പോഴും തോന്നുന്നില്ല. ഇനി നേരത്തെ ബ്രിട്ടാസിൻ്റെ വാക്കുകൾ കോട്ട് ചെയ്താൽ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളെ കാണാനല്ല പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യൻ സിവിൽ സർവീസിലെ ഒരു മുതിർന്ന ഓഫീസറെ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. കേരള കേഡറിൽ ഒരു മുതിർന്ന ഓഫീസർ UDF ഭരണത്തിലുണ്ടായിരുന്നു, LDF ഭരണത്തിലുണ്ടായിരുന്നു. അദ്ദേഹത്തെ പോയി കാണാൻ പറ്റും. കൂടെ നിന്നവർ അത് വേറെ ചെയ്തികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുഭവിക്കണം. ഇപ്പോൾ ഏതായാലും ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും തരത്തിൽ തെറ്റായ ഒരാളെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനം സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായോ? ഇല്ല. ഏതെങ്കിലും പ്രതിയെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞോ? ഇല്ല. മടിശീലൊക്കെ കനമില്ലാത്തതുകൊണ്ട് വഴിയിൽ ഭയക്കുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും എന്ന് പറഞ്ഞു. അതിപ്പോഴും ആവർത്തിക്കുകയാണ്. ഇതിലേതെങ്കിലും തരത്തിൽ ഏതെങ്കിലും പ്രതിയെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള സ്റ്റാൻഡ് ഞങ്ങൾ എടുത്തോ? എങ്കിൽ നിങ്ങൾ പറയാം. കേസ് സാബോട്ടാജ് ചെയ്യാൻ ശ്രമിച്ചോ? ഇല്ല. ഈ കേസ് വന്ന ഘട്ടത്തിൽ ഞങ്ങൾ പറഞ്ഞു പ്രീമിയർ ഇൻവെസ്റ്റിഗേറ്റ് ഏജൻസി, ലെറ്റ് ദം ഡിസൈഡ് ഏത് ഏജൻസി വേണം അവർ തീരുമാനിക്കട്ടെ. അല്ല ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഇന്ന് ഏജൻസി അന്വേഷിക്കണമെന്ന്. ഞങ്ങൾക്ക് 100% ഇതിനകത്തൊരു പിഴവും പറ്റിയിട്ടില്ല. 93 ദിവസം മുടിനാരിയെ മുറിച്ച് ഇന്ത്യയിലെ വിവിധ അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ചിട്ടും എവിടെയെങ്കിലും എത്താൻ പറ്റിയോ? അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്യുന്നില്ല? ശിവശങ്കറിന്റെ മുകളിൽ ഇപ്പോഴും നിങ്ങൾ പുകമറ സൃഷ്ടിക്കുന്നതിനപ്പുറത്തേക്ക് ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്താലും ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല. അതുകൊണ്ട് ചോദ്യം ഇതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ കേരളത്തിലെ കോർപ്പറേറ്റ് മീഡിയക്ക് ഒരു അജണ്ടയുണ്ട്. ആ അജണ്ട നേരത്തെ കോടിയേരിയുടെ പ്രസ്താവന ബഹുമാനപ്പെട്ട ബ്രിട്ടാസ് വായിച്ചു. കോടിയേരി പറയുന്ന എന്താ? കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ ഭരണനേട്ടം ജനങ്ങൾ എത്താൻ പാടില്ല, ഇവിടുത്തെ ദേശീയ പാതകൾ നന്നാവുന്നു. എന്തായിരുന്നു ഈ ഗവൺമെന്റ് വരുന്നതിനേക്കാൾ മുമ്പുള്ള സന്ദേശം? കേരളത്തിൽ ഒരു വികസനം നടക്കാൻ പോകുന്നില്ല. ഞാൻ ജനിക്കുന്നതിനേക്കാൾ മുമ്പുള്ളതാണ് മാഹി ബൈപ്പാസ്. ആ മാഹി ബൈപ്പാസിന്റെ പ്രവർത്തനം 60% പിന്നിട്ടിരിക്കുന്നു. കാസർഗോഡ് നിന്ന് ഇങ്ങ് തിരുവനന്തപുരം വരെയുള്ള ദേശീയ പാത വികസനം നടന്നുകൊണ്ടിരിക്കുന്നു. പുതിയ റോഡുകൾ ഉണ്ടാകുന്നു, പുതിയ പാലങ്ങൾ ഉണ്ടാകുന്നു, അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് സ്കൂളുകൾ എത്തുന്നു. ഇന്ന് കേരളം പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഡിജിറ്റൽ വിപ്ലവം സൃഷ്ടിച്ചിരിക്കുന്നു. പൊതുവിദ്യാഭ്യാസ മേഖല ഡിജിറ്റലൈസ് ചെയ്തിരിക്കുന്നു. ഒന്ന്
സാമൂഹിക ക്ഷേമ പെൻഷൻ കൊടുക്കുന്നു, ആരോഗ്യ മേഖലയിൽ ലോകത്തിന് മാതൃകയാകുന്നു, ലോകത്തിന് മാതൃകയായി കേരളം മാറുന്നു, കേരളത്തിന്റെ ഹെൽത്ത് മിനിസ്റ്ററെ ലോകം ആദരിക്കുന്നു, മുഖ്യമന്ത്രി അഭിനന്ദിക്കുന്നു. ഇതിൽ കൊതിക്കെറിവ് കൊണ്ട് വലതുപക്ഷ മാധ്യമങ്ങൾ പലതും പ്രചരിപ്പിക്കുകയാണ്. ഞാൻ ഒരു കാര്യം പറയാം, കോർപ്പറേറ്റ്സിന് അജണ്ടയുണ്ട്. കാരണം എന്താ? കെ ഫോൺ ഇവിടെ വരാൻ പാടില്ല. കെ ഫോൺ വന്ന ആർക്കാ നഷ്ടം? കെ ഫോൺ വന്ന നഷ്ടം ഇവിടുത്തെ സ്വകാര്യ സംരംഭകന്മാർക്കാണ്. അതുകൊണ്ട് സ്വകാര്യ സംരംഭകന്മാരായ കോർപ്പറേറ്റുകൾ കെ ഫോൺ പദ്ധതി അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു. ഈ മൊബിലിറ്റി വന്നാൽ കേരളത്തിൽ ഇലക്ട്രിക് ബസ്സുകൾ വരും, ഡിട്രോയിറ്റ് നഗരം പോലെ കേരളം മാറും. അപ്പൊ കേരളത്തിന്റെ പുരോഗതി ഉണ്ടാകാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്ന ദുഷ്ട മനസ്സുകളാണ്. ആ ദുഷ്ട മനസ്സുകളോടൊപ്പം ഇവിടുത്തെ ചില മാധ്യമങ്ങൾ ചേരുന്നു. അവർ ചേർന്ന് കള്ളക്കഥകൾ ഒരുക്കുന്നു. പത്രത്തിൽ ഞാൻ ചോദിക്കുന്നത്, പ്രതിയുടെ മൊഴിക്ക് വിശ്വാസ്യതയില്ല എന്ന് കേസിനെ കുറിച്ച് അറിയുന്ന ഒരുപക്ഷെ പ്രമോദായിരുന്നു പ്രതികരിക്കേണ്ടത്. അദ്ദേഹം പറയുന്ന എൻ്റെ വിശ്വാസം, പ്രതിയുടെ മൊഴിക്ക് വിശ്വാസ്യതയില്ല, പ്രതി രക്ഷപ്പെടാൻ വേണ്ടി പല നുണയും വിളിച്ചു പറയും. അത്തരത്തിൽ നുണ പറയുന്നതിനപ്പുറത്ത് ഞങ്ങൾ ഗൗരവം അതിനെ കാണുന്നില്ല. പിന്നെ നാരായണൻ നമ്പൂരി ഫ്രസ്ട്രേറ്റഡ് ആണ്. ഖുഷ്ബുവിന്റെ പ്രവേശനം അദ്ദേഹത്തെ വല്ലാതെ അലോസരപ്പെടുത്തുന്നു. അതിന്റെ ഭാഗമായി സാധാരണ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ചീർഫുള്ളായി ഡിബേറ്റിൽ പങ്കെടുക്കുന്ന നാരായണ നമ്പൂതിരി അസ്വസ്ഥനാണ്. അദ്ദേഹം നിങ്ങളുടെ പ്രടിയിൽ പാഞ്ഞു ചേരുന്നു. കാരണം എന്താ? ഖുഷ്ബുവിന്റെ പ്രവേശനം അദ്ദേഹത്തെ അലോസരപ്പെടുത്തുന്നു. അത് മാത്രം അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇപ്പോഴും അദ്ദേഹത്തെ വെല്ലുവിളിക്കുന്നു. നെഞ്ചത്ത് കൈവച്ച് നിങ്ങളൊരു റിലീജിയസ് പേഴ്സൺ ആണെങ്കിൽ നിങ്ങളുടെ ദൈവത്തിൽ സത്യം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ നിങ്ങളുടെ പാർട്ടി യൂണിഫൈഡ് ആണെന്ന്? എല്ലാം എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. പാർട്ടിക്കകത്ത് വിറക് വെട്ടുന്നവർ, വെള്ളം കോരുന്നവർ, അവർ വിറക് വെട്ടലും വെള്ളം. നാട്ടിലൊരു പ്രയോഗമുണ്ട്, ആട്ടിനെ മേയ്ക്കുന്നവൻ എപ്പോഴും ആട്ടിനെ മേയ്ക്കല, അവനൊരു പണിയും കിട്ടുന്നില്ല. അതേസമയം പണ്ട് അറബിയുടെ അടുത്ത് ജോലിക്ക് പോയവനാ, അവൻ ആട്ടിനെ മേയ്ക്കല പണിയോ, നല്ല ആട്ടിനെ മേയ്ക്കുന്നവനാ. അതുകൊണ്ട് ഓൻ എപ്പോഴും ആട്ടിനെ മേയ്ക്കൽ തന്നെ. മറിച്ച് ആട്ടിനെ മേയ്ക്കാൻ പോയ വേറൊരുത്തൻ ഓൻ്റെ കയ്യിൽ നിന്ന് ആട് മിസ്സായി പോയി, ഓന് വേറെ ജോലി കൊടുത്തു. അതുപോലെ BJPക്കകത്ത് പ്രവർത്തിക്കുന്ന പലരും, സംഘപരിവാറായവർ, ജനസംഘമായി നിന്നവർ, RSSലൂടെ പ്രവേശനം നേടിയവർ, അവരിപ്പോഴും ആ സ്ഥാനത്തിരിക്കുന്നു. ഇന്നലെ കയറി വന്നവർ ഇവരെ ഭരിക്കുന്നു. ആ അസ്വസ്ഥതയാണ് നാരായണൻ നമ്പൂരി എന്ന് ചീർഫുള്ളായി ഡിബേറ്റിൽ പങ്കെടുക്കുന്ന മനുഷ്യൻ അസ്വസ്ഥനാക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഖുഷ്ബു കൂടി വന്നത്. ഖുഷ്ബുവിന്റെ മഞ്ഞാനത്തെ പ്രസംഗം ഞാൻ ബ്രിട്ടാസിന് അയച്ചു തന്നിട്ടുണ്ട്. അതൊന്ന് പ്ലേ ചെയ്യിക്കണമായിരുന്നു. എവിടെ പോയി നിർമ്മല സീതാരാമൻ അസ്വസ്ഥമാക്കുന്നു. ഷംഷീറെ, എനിക്ക് ഷംഷീറിനോട് ഭാഗികമായിട്ട് വിയോജിപ്പുണ്ട്. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു നാരായണൻ നമ്പൂരിക്ക് ഖുഷ്ബു വന്നതിൽ സന്തോഷവും അബ്ദുള്ളക്കുട്ടി വന്നതിൽ അമർഷമുണ്ട്. ഖുഷ്ബു വന്നതിൽ സന്തോഷമുണ്ട്. മാത്രമല്ല, വൈകാതെ ഖുഷ്ബുവിനെ നാരായണൻ നമ്പൂരി കോട്ടയത്തെ ഒരു BJPയുടെ പരിപാടിയിലേക്ക് ക്ഷണിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നാരായണൻ നമ്പൂരി ഞാൻ പറഞ്ഞാണോ ശരി, അതെയോ ഷംഷീർ പറഞ്ഞാണോ ശരി? ബ്രിട്ടാസെ, ഷംസീർ വരുന്നതും എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഞാൻ BJP പ്രവർത്തകനായിരിക്കുന്നിടത്തോളം കാലം BJP പ്രവർത്തിക്കുമ്പോൾ, BJPയുടെ ഭാരവാഹിയായിരിക്കുമ്പോൾ എൻ്റെ പാർട്ടിയിലേക്ക് കൂടുതൽ ആളുകൾ വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ പാർട്ടിയിൽ ഒരാൾ കൂടുതൽ വന്നു എന്ന് വെച്ച് ആശങ്കപ്പെടുകയോ നിരാശപ്പെടുകയോ ചെയ്യുന്ന പ്രസ്ഥാനമല്ല BJP. പിന്നെ ഇത് നെഞ്ചത്ത് കൈവച്ചുകൊണ്ടല്ല, ഞങ്ങളുടെ മനസ്സിലാണ് സർ. ഇത് സ്നേഹം കൊണ്ട് കെട്ടിപ്പടുത്ത ഒരു പ്രസ്ഥാനമാണ് ഷംസീറെ. അതുകൊണ്ട് ഷംസീർ ഒരു എന്താ പറയണ്ടേ, നിരീശ്വരവാദിയായ കമ്മ്യൂണിസ്റ്റുകാരനാണ്. അങ്ങനെ നിരീശ്വരവാദിയായ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിരീശ്വരവാദിയായ നല്ല കമ്മ്യൂണിസ്റ്റായ ഷംസീർ ദൈവത്തെ പിടിച്ച് ആണയിടണമെന്നൊക്കെ പറയുമ്പോൾ ഈ എന്താ പറയണ്ടേ, പാർട്ടിയുടെ നിലവിലുള്ള സാഹചര്യത്തിലെ പാർട്ടിയുടെ തകർച്ച താങ്കളെ എവിടെ കൊണ്ട് എത്തിച്ചിരിക്കുന്നു എന്ന് ഞാൻ ഇപ്പൊ ദൈവത്തെ വിളിക്കേണ്ടി വരുന്നല്ലോ ഈ കാര്യത്തിലെങ്കിലും. BJPയിൽ കെട്ടുറപ്പുണ്ടോ എന്നറിയാൻ ദൈവത്തെ വിളിക്കാൻ നമസ്കരിച്ചിരിക്കുന്നു ഞാൻ സർ. പിന്നെ എൻ്റെ സന്തോഷവും എൻ്റെ മുഖത്തെ പ്രസന്നതയും എല്ലാം അളന്നാണ് നിങ്ങൾ പാർട്ടിയെ കുറിച്ച് പഠിക്കുന്നതെങ്കിൽ. ഞാൻ ഈ ചർച്ചയിൽ വന്നത് സ്വർണ്ണക്കള്ളക്കടത്തിനെ എന്നോട് പറഞ്ഞത്. അതിൽ ജന്മഭൂമി പത്രത്തെക്കുറിച്ചും ഖുഷ്ബുവിനെ കുറിച്ചും ഒക്കെ ആണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഈ പാർട്ടിയിൽ നിന്ന് ഞാൻ ആദ്യം ചോദിച്ചു, മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഒരാൾ പോലും പോയില്ലല്ലോ. നമ്പൂരി തെറ്റിദ്ധാരണ ഉണ്ടാകരുത്. അതായത് ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞു, ഇന്നത്തെ പ്രധാനപ്പെട്ട തലവാചകങ്ങളിലൊന്നായിട്ടുള്ള ഖുഷ്ബു BJP ചേർന്നത് താങ്കളെ ഞാൻ അഭിനന്ദിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ തുടങ്ങിയത്. താങ്കളുടെ പാർട്ടിയിലേക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സെലിബ്രിറ്റി കടന്നു വരുന്നത് താങ്കൾക്ക് സന്തോഷകരമായ ഒരു കാര്യമല്ലേ? താങ്കളെ അഭിനന്ദിക്കുന്നതിൽ തെറ്റുണ്ടോ അതിനകത്ത്? അല്ല, അതെ, തമിഴ്നാട്ടിലെ ഒരു മാധ്യമ അവതാരകനും ഇന്ന് ചേർന്നിട്ടുണ്ട്.
അതുകൊണ്ട് ബ്രിട്ടാസിന് വേണമെങ്കിൽ ചേരാനുള്ള സാധ്യതകളുണ്ട്. മദൻ മോഹൻ എന്ന് പറയുന്ന മാധ്യമ അവതാരകനും ഇന്ന് ചേർന്നിട്ടുണ്ട്. ബ്രിട്ടാസെ, ഞങ്ങൾക്ക് എല്ലാ പ്രൊഫഷണൽസ് വേണം, മാധ്യമ പ്രവർത്തകർ വേണം, എല്ലാവരും ഞങ്ങളുടെ കൂട്ടത്തിൽ വരണം. അതുകൊണ്ട് ഞാൻ ഇപ്പൊ ബ്രിട്ടാസ് ചോദിച്ചല്ലോ, ഞാൻ നമ്മുടെ ഷുക്കൂറിനെ ക്ഷണിച്ചതുപോലെ ഞാൻ ക്ഷണിക്കുകയാണ്. ഞാൻ അനധിവിദൂര ഭാവിയിൽ ബ്രിട്ടാസ് ജനൻ ടിവിയിൽ ഇരിക്കുന്നതും BJP-ക്കൊത്ത് ചരിക്കുന്നതും ഞാൻ കാണുന്നു, സ്വപ്നം കാണുന്നു. എന്റെ സ്വപ്നം സ്വപ്നം കാണുമ്പോൾ സുൽത്താനായിട്ട് കാണണം, അതിന് സംശയമൊന്നുമില്ല. സ്വപ്നം കാണുമ്പോൾ സുൽത്താനായിട്ട് കാണണം, ഒരു സംശയമില്ല. താങ്കളുടെ സ്വപ്നത്തിന്റെ സുൽത്താൻ അല്ലേ? അല്ല, കേരളത്തിന്റെ മാധ്യമ ലോകത്തെ ഒരു സുൽത്താൻ അല്ല, താങ്കളുടെ സ്വപ്നം സുൽത്താനാണെന്ന് പറയാം. എനിവേ ഒറ്റ കാര്യം, താങ്കളെ പോലെ ഒരു സുൽത്താൻ ഞങ്ങളുടെ കൂടെ വരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എനിക്ക് താങ്കളോട് വിനീതമായിട്ട് പറയാനുള്ള ആവശ്യം, വിനീതമായിട്ട് എനിക്ക് ഒറ്റ കാര്യമുള്ളൂ പറയാം. വിനീതമായിട്ടൊരു കാര്യം പറയട്ടെ. ചർച്ച കൊണ്ടുപോകുമ്പോൾ വിനീതമായിട്ട് ഒറ്റ കാര്യം. എന്താ കാരണം വെച്ചാല് താങ്കൾ കാണിക്കുന്ന സൗമനസ്യത്തിൽ എപ്പോഴും നന്ദിയുള്ള ഒരാളാണ്. പക്ഷെങ്കിൽ താങ്കൾ ഈ വാതിലിൽ വന്ന് മുട്ടിയിട്ട് താങ്കളുടെ കൈമുട്ടുകൾക്ക് ക്ഷതം സംഭവിക്കാതെ മറ്റൊരുപാട് വാതിലുകൾ ഇങ്ങനെ ഭാഗികമായി തുറന്നു വെച്ചിട്ടുണ്ട്. അവിടെയൊക്കെ പോയിട്ടൊന്ന് ഉന്തിത്തള്ളി നോക്കുക. അതായത് മനുഷ്യ എപ്പോഴാ മാറ്റം വരുന്നതെന്ന് പറയാൻ ഒക്കൂ. ഇപ്പൊ ബംഗാളിൽ CPM-ന്റെ അദ്ദേഹത്തെ താങ്കളുടെ ആഗ്രഹങ്ങൾ കുതിരകളാകട്ടെ എന്ന് എനിക്ക് ആശംസിക്കാം. ഇനി ഖുഷ്ബുവിന്റെ ഉത്തരവാദിത്വം ഒരുപക്ഷെ ഇന്നത്തെ ദിവസമെങ്കിലും സലിമിനാണ്. ഇതിലേക്ക് വാ. അല്ല, ആ ചർച്ച ഇവിടെ നിർത്താം. ഞാൻ പറയാം ഈ സ്വപ്നയുടെ മൊഴിക്ക് തെളിവ് സാധുതയില്ല എന്ന് ഷംസീർ രണ്ടു പ്രാവശ്യം പറഞ്ഞു. ഒന്ന്, ED-ക്ക് കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റും കസ്റ്റംസിന് കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റും സാധാ പോലീസ് അന്വേഷണത്തിൽ കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റിനേക്കാൾ തെളിവ് സാധ്യതയുള്ള എവിഡന്ററി വാല്യൂ ഉള്ള മൊഴികളാണ്. ആ മൊഴി സ്വപ്നയ്ക്കും മറ്റുള്ളവർക്കുമെതിരെ, അല്ലെങ്കിൽ മൊഴി കൊടുക്കുന്നയാൾക്കും മറ്റുള്ളവർക്കുമെതിരെ ഉപയോഗിക്കാൻ കഴിയുന്ന മൊഴികളാണ്. ആ മൊഴി ഡിസ്ക്രെഡിറ്റ് ചെയ്യേണ്ട ബാധ്യത. ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നമ്മളൊരു സാധാരണ കേസിന് കൊടുക്കുന്ന ഒരു പ്രതി കൊടുക്കുന്ന മൊഴിയിൽ അത് 27 റിക്കവറി ഉള്ള വക്കീലിനെ കൂടുതൽ അറിയാം. അദ്ദേഹം സ്ഥിരം കോടതി പോകുന്ന വക്കീലാണല്ലോ. 27 റിക്കവറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മാത്രമാണ് കൊറോബറേഷൻ ഉണ്ടെങ്കിൽ പ്രതിയുടെ മൊഴി സാധൂകരിക്കപ്പെടുന്നത്. പക്ഷേ ED-ക്ക് കൊടുക്കുന്ന മൊഴി ആ തെളിവ് അത് ഡിസ്ക്രെഡിറ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വം ആ മൊഴി കൊടുക്കുന്നയാൾക്കാണ്. CRPC പ്രകാരം പ്രതിയുടെ മൊഴി കൊറോബറേറ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വം പ്രോസിക്യൂഷനാണ്. അല്ലേ വക്കീലെ? ആണോ വക്കീലെ? അതുകൊണ്ട് തെളിവ് സാധ്യതയുള്ളതാണ്, വാല്യൂ ഉള്ളതാണ്. അതുകൊണ്ട് അതിനെ നിസ്സാരവൽക്കരിക്കണ്ട. പറയട്ടെ ഈ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് പ്രകാരം ED എടുക്കുന്ന കേസുകളിൽ ED-ക്ക് കൊടുക്കുന്ന മൊഴിക്ക് എവിഡൻഷ്യറി വാല്യൂ ഉണ്ട് കോടതിയിൽ. പക്ഷേ ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രമായിട്ടല്ല കോടതി ഈ കേസുകളിൽ വിധി പറയുന്നത്. ഈ മൊഴി എങ്ങനെയാണ് തെളിവായി സ്വീകരിക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ കോടതി പരിശോധന നടത്തിയിട്ട് മാത്രമാണ്. അല്ലാതെ ഈ മൊഴിയെ അവസാന വാക്കായി എടുത്തല്ല കോടതി പറയുന്നത്. ഇത് PMLA-യിൽ ഉള്ളതാണ്. പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് പ്രകാരം ഇവർക്ക് കൊടുക്കുന്ന മൊഴിക്ക് സാധ്യതയുണ്ട്. പക്ഷെ ഇവിടെ പ്രശ്നം അതല്ല. ഇവിടുത്തെ പ്രധാന പ്രശ്നം എന്ത് മൊഴി കൊടുക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളീ പറയുന്ന മൊഴിയുടെ നിയമസാധുതയിലേക്ക് നിങ്ങളിപ്പോൾ ഉയർത്തിക്കൊണ്ടുവരുന്ന പ്രശ്നം എന്ന് പറയുന്നത്, ഞാൻ ജന്മഭൂമിയിലെ വാർത്ത കണ്ടിട്ട് വളരെ അത്ഭുതപ്പെട്ടു പോയി. സത്യത്തിൽ ആ വാർത്ത കൊടുത്ത എൻ്റെ സുഹൃത്തു കൂടിയായ വളരെ മുതിർന്നൊരു മാധ്യമപ്രവർത്തകരാണ്. അതിൽ സർക്കാരും UAE കോൺസുലേറ്റുമായിട്ടുള്ള സ്വകാര്യ ഇടപാടുകൾ എന്നാണ്.
സർക്കാരും UAE കോൺസുലേറ്റുമായിട്ട് എങ്ങനെയാണ് സ്വകാര്യ ഇടപാടുകൾ ഉണ്ടാവുക? കോൺസുലേറ്റ് ജനറലും മുഖ്യമന്ത്രിയുമായിട്ടൊരു സ്വകാര്യ ഇടപാടെന്ന് പറഞ്ഞാൽ പിന്നെയുമുണ്ട്. സർക്കാരിനും UAE കോൺസുലേറ്റുമായിട്ട് സ്വകാര്യ ഇടപാടുകൾ ഉണ്ടാകാൻ പറ്റില്ല. ഒരു ഉദ്യോഗസ്ഥനെ കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞു എന്ന് പറയുന്നത് നിരവധി അംബാസിഡർമാരാണ്, നിരവധി കോൺസുലേറ്റ് ജനറൽമാരാണ്. ഗുജറാത്തിലെ ചൈനീസ് അംബാസിഡർ ഗുജറാത്ത് മുഖ്യമന്ത്രിമാരെ സ്ഥിരം പോയി ഇന്ത്യയിലെ ചൈനീസ് അംബാസിഡർ ഗുജറാത്ത് മുഖ്യമന്ത്രിമാരെ സ്ഥിരം പോയി കാണുന്നുണ്ട്. US അംബാസിഡർ ഡൽഹി മുഖ്യമന്ത്രി ഈയിടയ്ക്കാണ് 1-2 തവണ കണ്ട്. ഞാൻ പറഞ്ഞത് ഈ തെളിവ് എവിഡൻഷ്യറി വാല്യൂ എന്ന് പറയുന്നത് എന്ത് എവിഡൻസിൻ്റെ പേരിലാണെന്ന്. ഇപ്പോൾ സ്വപ്ന സുരേഷ് എന്ന് പറയുന്ന പ്രതി കള്ളക്കടത്ത് നടത്തി, സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തി എന്നതിലേക്ക് അവർ കൊടുക്കുന്ന തെളിവുകൾ, ഞാൻ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തി എന്ന് അവർ പറഞ്ഞാൽ ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ല അവരെ ശിക്ഷിക്കേണ്ടത്. അതിനെ കൊറോബറേറ്റ് ചെയ്യുന്ന തെളിവുകൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അതിൻ്റെ അന്വേഷണത്തിൽ ഹാജരാക്കണം. അല്ലാതെ ഒരാളെ ഇടിച്ചുകൊണ്ട് ED ഓഫീസർക്ക് മൊഴി കൊടുത്തു എന്നുള്ളതിൻ്റെ മാത്രം അതൊരു തെളിവായി മാറുന്നില്ല. അതിനെ കൊറോബറേറ്റ് ചെയ്യുന്ന ഈ മൊഴിയിൽ ഈ കുറ്റത്തെ കൊറോബറേറ്റ് ചെയ്യാൻ ആവശ്യമായ വസ്തുതകളുണ്ടെങ്കിൽ അത് തെളിവായി സ്വീകരിക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ഏത് തെളിവിൻ്റെ കാര്യത്തിലും അത് തന്നെയാണ്. മറ്റ് വിഷയങ്ങളിൽ ഇപ്പോൾ ശ്രീ നമ്പൂതിരി പറഞ്ഞ പോലെ മറ്റ് കേസന്വേഷണത്തിൽ ക്രിമിനൽ നടപടി ചട്ടപ്രകാരം പോലീസ് ഓഫീസർക്ക് കൊടുക്കുന്ന മൊഴി തെളിവായി സ്വീകരിക്കുന്നില്ല. എന്നാൽ ഇതിൽ തെളിവായി സ്വീകരിക്കും. പക്ഷേ ആ തെളിവിൻ്റെ ഗുണം പരിശോധിക്കേണ്ടത് വാല്യൂ ഓഫ് എവിഡൻസ് എത്രമാത്രം സ്വീകാര്യമാണ്, അതിനെ മറ്റ് വസ്തുതകൾ കൊറോബറേറ്റ് ചെയ്യേണ്ടോ എന്ന് കോടതി പരിശോധിക്കും. അല്ലാതെ വെറുതെ ഒരാളെ കൊണ്ടുപോയി പിടിച്ചിട്ട് അയാളുടെ മൊഴി ഇന്നതാണ് എന്ന് പറഞ്ഞാൽ കോടതിക്ക് അതിൻ്റെ മുകളിൽ അയാളെ ശിക്ഷിക്കില്ല. അത് പ്രാഥമിക ഘട്ടത്തിലുണ്ടോ? നിങ്ങൾ ഈ തെളിവിന്റെ സാധുതയും അത് കൊറോബറേറ്റ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ അന്വേഷിക്കുന്നത് തെളിവ് ഘട്ടത്തിലല്ലേ, ട്രയൽ സ്റ്റേജിലല്ലേ? കേസിന്റെ പ്രാഥമിക ഘട്ടത്തിൽ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ, കുറ്റപത്രത്തിന്റെ അനുബന്ധ രേഖകൾ സമർപ്പിക്കുമ്പോൾ അപ്പോഴേ ഈ അനുബന്ധ രേഖകളും തെളിവുകളും എല്ലാം പൂർണ്ണമായി കോടതി വിലയിരുത്തുന്നുണ്ടോ? ഇല്ലല്ലോ. അത് തെളിവ് കൊടുക്കുന്ന എവിഡൻസ് സ്റ്റേജിലല്ലേ കുറ്റപത്രം സമർപ്പിക്കുകയും ഈ കുറ്റപത്രത്തെ ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാണല്ലോ നിങ്ങളിപ്പോൾ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നൊക്കെ പറയുന്നത്. അത് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. ഈ മൊഴി എന്ന് പറയുന്നത് പ്രതി കൊടുക്കുന്ന പല സാഹചര്യങ്ങളിലും പ്രതി കൊടുക്കുന്ന മൊഴിയാണ്. നിങ്ങളിപ്പോൾ പറയുന്ന ഈ മൊഴിക്ക് അല്ല, ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അങ്ങനെ ആവശ്യപ്പെടാൻ കാരണമുണ്ട്. അത് ചർച്ച വന്നില്ല. വക്കീല് പറഞ്ഞത് സ്വകാര്യ മീറ്റിംഗ് എന്ന്. എന്താ കാരണം പറയും? സ്വകാര്യ മീറ്റിംഗ് എന്ന് തന്നെയാണ് മൊഴിയില്. ഇറ്റ്സ് എ പ്രൈവറ്റ് മീറ്റിംഗ്. ഒരു പ്രൈവറ്റ് മീറ്റിംഗ് കോൺസുലേറ്റും മുഖ്യമന്ത്രിയുമായി എങ്ങനെയാണ് സ്വകാര്യ മീറ്റിംഗ് ഉണ്ടാകുന്നത്? ഒരു പ്രൈവറ്റ് എനിക്ക് അവിടെയാണ് ഒരു ചോദ്യം. അതായത് 2017 മുഖ്യമന്ത്രിയുടെ വീട്ടിൽ നടന്ന പ്രൈവറ്റ് മീറ്റിംഗ്. എനിക്ക് അവിടെയാണ് നമ്പൂരിയോടൊരു ചോദ്യം. അതായത് ഒരു കുറ്റാരോപിതയായിട്ടുള്ള ഒരു വനിത, അവർക്ക് ഒന്നാമത്തെ കാര്യം അവർക്ക് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണമെന്ന് പോലും അവർക്ക് അറിയാം. ഇൻകം ടാക്സ് റിട്ടേൺ പോലും ഫയൽ ചെയ്തിട്ടില്ല അവർ. ഈ ഇതിനകത്ത് ഇൻകം ടാക്സ് ഇത്രയും വരുമാനമുണ്ടായി, ഇത്രയും വരുമാനമുള്ള നമ്മളൊക്കെ എത്രയോ വർഷമായിട്ട് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുക, അതുപോലും ചെയ്യാത്ത ഒരു സ്ത്രീ ഇത് കേർട്ടസി മീറ്റിംഗ് ആണോ പ്രൈവറ്റ് മീറ്റിംഗ് ആണോ ഇത് എന്താണ് എന്ന് പോലും അറിയാത്തൊരു സ്ത്രീയുടെ ഒരു വാചകത്തിലെ ഒരു വാക്ക് വെച്ചിട്ടാണ് നമ്പൂരി പറയുന്നത്. ഞാൻ നമ്പൂതിരിയോട് വീണ്ടും പറയുന്നു, മുഖ്യമന്ത്രി പിണറായി വിജയന് ഏതെങ്കിലും അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിലോ അല്ലെങ്കിൽ ഓഫീസിലോ അല്ലാതെ വേറെ ഏതെങ്കിലും ഗുദാമിൽ പോയി ആരും കാണാതെ ഒരു മീറ്റിംഗ് നടത്തിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് ആരോപിക്കാം. അത് രണ്ട്, അദ്ദേഹം ഓൾ ഇന്ത്യ സർവീസിലെ ആക്ച്വലി മിനിസ്ട്രി ഓഫ് പേഴ്സണൽ, അദ്ദേഹത്തിൻ്റെ നോഡൽ മിനിസ്ട്രി എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരാണ്. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ ഇരുത്തിക്കൊണ്ട് കോൺസുലേറ്റ് ജനറലെ കാണുന്നു. കോൺസുലേറ്റ് ജനറൽ കൊണ്ടുവരുന്ന അവരുടെ സെക്രട്ടറി, മറ്റേ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടാണ് സ്വപ്ന വരുന്നത്. അതൊക്കെ സ്വപ്ന പറയുന്നുണ്ട്, ഞാൻ ആദ്യമായിട്ട് കാണുന്നത് എങ്ങനെയാണെന്ന്. ഈ പറയുന്ന ഈ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ വെച്ചാൽ തന്നെയും ഒരു ഇൻക്രിമിനേറ്റിംഗ് എവിഡൻസ് എവിടെയില്ല. ഇവൻ ശിവശങ്കർക്കെതിരെ പോലും ഇല്ല. അപ്പം ഇതിലെ ക്ലിഫ് ഹൗസ് അതുപോലെ തന്നെ UAE കോൺസുലേറ്റ് ജനറൽ കണ്ട കാര്യം ഇതൊക്കെ വെച്ചിട്ട് ഈ മാധ്യമങ്ങൾ ഇങ്ങനെ അപസർപ്പക കഥകൾ നെയ്യും അതിനോടൊപ്പം നമ്പൂതിരിയെ പോലുള്ള
പരിണതപ്രജ്ഞരായ രാഷ്ട്രീയ നേതാക്കൾ നീന്തി തുടിക്കുകയും ചെയ്യുമ്പോഴാണ് എന്നെപ്പോലുള്ള ഒരു മാധ്യമ പ്രവർത്തകന് അത്ഭുതം ഉണ്ടാകുന്നത്. ഞാൻ തിരിച്ചു വരാം. സലിം കുറേ നേരമായി നിൽക്കുന്ന വെച്ചാൽ ഞാൻ ഈ PC അലക്സാണ്ടറുടെ കാര്യം 20ാമത്തെ ചോദ്യം കൂടി ഒന്ന് 20ാമത്തെ ചോദ്യമൊക്കെ നമ്പൂതിരി ഈ ചോദ്യമൊക്കെ ചാർജ് ഷീറ്റിലുള്ളതാണ്. ഈ ചോദ്യം ചാർജ് ഷീറ്റിലുള്ളതാണ്. സ്വപ്നയ്ക്ക് ജോലി കിട്ടിയത് മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രി സമ്മതിച്ചിട്ടില്ല. ഇതിനേക്കാളും മുഖ്യമന്ത്രി ഇന്നലെയും ഒരു സെക്കൻഡ് ഇതിനേക്കാളും മനോഹരമായിട്ട് ഈ വാചകത്തെ ചാർജ് ഷീറ്റിൽ റീപ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ആ ചാർജ് ഷീറ്റ് നമ്മൾ താങ്കളുടെ സാന്നിധ്യത്തിൽ ചർച്ച ചെയ്തല്ലേ. ഇനി എനിക്ക് എൻ്റെ സ്നേഹിതൻ സലിമിലേക്ക് വരണം. ഞാൻ PC അലക്സാണ്ടറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം ദുഃഖിതനായി. പക്ഷെ അദ്ദേഹത്തിൻ്റെ ദുഃഖത്തെ ഒന്നും കൂടി ഖനീഭവിക്കാൻ വേണ്ടി ഞാൻ പറയട്ടെ, ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ ഇടതും വലതും നിന്നിരുന്ന സുരേഷ് കൽമാടിയും മറ്റേ രാജയൊക്കെ തീഹാർ ജയിലിൽ കടന്നിരുന്നു കേട്ടോ. അതുകൊണ്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ അദ്ദേഹം കൈയൊഴിഞ്ഞോ? അദ്ദേഹം കൈയൊഴിഞ്ഞുകൊണ്ടല്ലേ അവർ തീഹാർ ജയിലിൽ പോയി കടന്നത്. സുരേഷ് കൽമാടി മറക്കാൻ പറ്റുമോ? അല്ല, സുരേഷ് കൽമാടി മൻമോഹൻ സിംഗിന്റെ സ്റ്റാഫ് എന്ന് പറയുന്നത് അദ്ദേഹം കോൺഗ്രസിന്റെ MP ആയിരുന്നു. ഗവൺമെന്റിന്റെ കോമൺവെൽത്ത് ഗെയിംസ് അഴിമതിയിലാണ് അകത്തായത്. ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞ അത് കോമൺവെൽത്ത് ഗെയിംസിന്റെ സംഘാടകനായിരുന്നു സുരേഷ് കൽമാടി. അല്ല, അതൊക്കെ നമുക്ക് ഈ രാജ്യത്തിന്റെ അന്വേഷണ ഏജൻസികളുടെ മുമ്പിൽ അതൊക്കെ നമുക്ക് വേറൊരു കോണ്ടെക്സ്റ്റിൽ ചർച്ച ചെയ്യേണ്ടതാണ്. ഞാൻ പറഞ്ഞതല്ല, ഒരു വിഷയം മാത്രം ഞാൻ ധരിച്ച് ബ്രിട്ടാസ് എപ്പം പറയുമെന്ന് ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് കോടിയേരിയുടെ ഒരു വികാരനിർഭരമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. ഒരു കുറ്റവാളിയുടെ മൊഴികൾ വേദവാക്യമായി കേരളത്തിൽ UDF സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ്. ഞാൻ ചോദിക്കട്ടെ, 100 കണക്കിന് കേസുകളിൽ പ്രതിയായ ഒരു തട്ടിപ്പുകാരുടെ പൈങ്കിളി ലേഖനം വേദവാക്യമല്ല, അതിനേക്കാൾ കൂടുതൽ ദാസ് ക്യാപിറ്റലായി കൊണ്ടുനടന്നിരുന്ന ഒരു പ്രസ്ഥാനമായിരുന്നു കേരളത്തിൽ CPM. മുഖ്യമന്ത്രി പിണറായി വിജയനാണെങ്കിലും കോടിയേരി ബാലകൃഷ്ണനാണെങ്കിലും എന്ത് സംഭവിച്ചു? UDFന്റെ ഭരണകാലത്ത്, ഇനി ഞാൻ ആ പേരും കാര്യങ്ങളൊക്കെ അല്ലെ എന്നെ കൊണ്ട് പറയിക്കണ്ട. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് മനസ്സിലാക്കി അങ്ങ് എന്നോട് വീണ്ടും ചോദിക്കുന്നത് അതിന്റെ പിന്നിലുള്ള ചേതവികാരം എനിക്കറിയാം. ഞാൻ അതിലേക്കല്ല പോകുന്നത്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതൊക്കെ കാലം മാറി വരും. ഓരോ കാര്യങ്ങൾ തീരുമാനിക്കുമ്പോഴും ഓരോ കാലം ഇപ്പം കോടിയേരി പറഞ്ഞെന്താ, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ വികസന പ്രവർത്തനങ്ങൾ അത് തിരസ്കരിക്കുന്ന ഒരു സമീപനമാണ് ഇത്തരം വിവാദങ്ങളിലൂടെ കൊണ്ടുവന്നാണ് പറഞ്ഞത്. കേരളത്തിലെ വികസനവും കരുതലോ കടത്തിയ ഗവൺമെന്റ് ഉണ്ടായിരുന്നു. ആ ഗവൺമെന്റ് അവസാന കാലത്ത് ഒരു വികസനം പോലും ചർച്ച ചെയ്യപ്പെടാതെ സരിത നായരുടെ ഈ പൈങ്കിളി കത്തുമായി കേരളം മുഴുവൻ പ്രചണ്ഡമായ പ്രചരണം നടത്തിയ ഒരു പ്രസ്ഥാനമാണ് ഇന്ന് സ്വപ്ന സുരേഷ് അന്വേഷണ ഏജൻസികൾക്ക് മുമ്പിൽ കൊടുത്ത മൊഴി. നമ്മുടെ സമയം കഴിയാണ്. നമ്മൾ സാധാരണ 9:30 ഇന്ന് 9 മണിക്ക് എത്തിയിരുന്നത്. 1 മിനിറ്റ് എനിക്ക് സലിം പെട്ടെന്ന് തീർക്ക്. അല്ല, ഞാൻ അവസാനിപ്പിച്ചു. ഞാൻ പറയാനുള്ള മുഴുവൻ പറഞ്ഞു. അത് ആ സരിത നായരുടെ കത്ത് വേദവാക്യമായും ഇന്ന് സ്വപ്ന സുരേഷ് അന്വേഷണ ഏജൻസികളുടെ മുമ്പിൽ കൊടുത്ത മൊഴികൾ, ആ മൊഴികളിലൂടെ പ്രമോദ് പറഞ്ഞല്ലോ, അത് കൊറോബറേറ്റ് ചെയ്യട്ടെ, അല്ലെങ്കിൽ അത് കോൺട്രഡിക്ട് ചെയ്യുന്ന ചെയ്യട്ടെ. അത് അന്വേഷണ ഒരു വാചകത്തിൽ മറുപടി നമുക്ക് ചർച്ച വൈൻഡപ്പ് ചെയ്യണം. ഇന്ന് മുതൽ ഞങ്ങളുടെ പ്രൈം ടൈമിൽ വലിയ മാറ്റമാണ്. 9 PM എന്നുള്ള ഒരു പവർ ബുള്ളറ്റിനുമായിട്ട് ഇപ്പോൾ നമ്മുടെ അവതാരകം വരുന്നുണ്ട്. അതിനു മുമ്പ് നമുക്കിത് വൈൻഡപ്പ് ചെയ്യണം. ഒരു വാചകം ഷംഷീർ. സലിം തെറ്റിദ്ധരിപ്പിക്കരുത്. സരിതാ നായരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലല്ല LDF ആ സമരം ഏറ്റെടുത്തത്. ശ്രീധരൻ നായർ പറഞ്ഞു, മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞിട്ടാണ് ഞങ്ങൾ കാശ് കൊടുത്തത്. ഇതൊന്നും അറിയാത്തത് കൊണ്ടല്ല, നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. കേരളത്തിലെ ജനങ്ങളുടെ ഓർമ്മ കുറവുള്ള ആളുകളുടെ കേരളത്തിലെ ജനങ്ങൾ, നിങ്ങളുടെ മന്ത്രിമാർ, നിങ്ങളുടെ MP മാർ പലരും നടത്തിയ, നിങ്ങളുടെ വടകര MP എന്താ ചോദിച്ചത്, രാത്രി നിങ്ങൾ ഭരണഘടന പഠിപ്പിക്കുകയാണോ മണിക്കൂറുകളോളം? അപ്പോൾ ഈ ചോദ്യമൊക്കെ ലൈവായി നിൽക്കുന്നുണ്ട്. തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കരുത്. ശ്രീധരൻ നായർ പറഞ്ഞു, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ, ഔദ്യോഗിക ഓഫീസിനകത്ത് വലിച്ചു വരുത്തി, ഇതാ എനിക്ക് നിങ്ങൾ ഇതേവരെ സഹായിക്കണം, ഈ ബിസിനസ്സിൽ കൂടണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ, ശ്രീധരൻ നായരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ സമരം നടത്തിയത്. ആ സമരത്തിൽ പങ്കെടുത്താളാണ് ഞങ്ങളൊക്കെ.
അപ്പൊ അതുകൊണ്ട് നമ്മുടെ ചർച്ച ഇവിടെ അവസാനിക്കുകയാണ്. ഷംഷീർ, എനിക്ക് കൂടുതൽ സമയം നൽകണമെന്നുണ്ടായിരുന്നു. ഷംഷീർ, അഡ്വക്കേറ്റ് PS സലീം, ശ്രീ നാരായണൻ നമ്പൂതിരി, അഡ്വക്കേറ്റ് പ്രമോദ് പുഴങ്കര, ഈ ചർച്ച അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം, ശുഭരാത്രി.